അരോമ ടിവിയുടെ എല്ലാ മാന്യശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ അനിത ശമുവേലാണ്. നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ KT തോമാച്ചായന്റെ മരുമകളും കർത്താവിൽ പ്രസിദ്ധിയായ പ്രിയ പേഴ്സി സിസ്റ്ററിന്റെ നാത്തൂനുമാണ് പ്രിയ കർത്താവിന്റെ ദാസി അനിത ശമുവേൽ. തന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇതൊരു വേറിട്ട അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾ കണ്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം തിങ്കളാഴ്ച തോറും വൈകുന്നേരങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾ സംബന്ധിക്കുവാൻ പറ്റിയാൽ നിങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന് മേലവരെ സഹായിക്കട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ അനിത ശമുവേലിന് തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. എന്നെ ദൈവം നടത്തിയ വഴികളെ പറ്റി പറയുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം പാസ്റ്റർ ഡാനിയൽ ജോണിനും അരോമ ടിവിക്കും എൻ്റെ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്താണ്, ഞാൻ ഒന്നും എൻ്റെ ജീവിതത്തിൽ മിനിസ്ട്രി പരമായിട്ട് ഗ്രാബ് ചെയ്യത്തില്ല. ദൈവം എൻ്റെ വഴികളിൽ കൊണ്ടുവരുന്നത് ഞാൻ ദൈവം കൊണ്ടുവന്നതാണെന്നുള്ള രീതിയിൽ ഏറ്റെടുത്ത് ദൈവത്തിനു വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് എന്നെ സമർപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയും പാസ്റ്റർ ഡാനിയൽ ജോണിനും ടീമിനും എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനിത സാമുവൽ എന്നാണ്. ഞാൻ വിവാഹിതയാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് സാമുവൽ തോമസ്. ഞങ്ങളുടെ വിവാഹം 1990 ഞങ്ങളുടെ വിവാഹം നടന്നു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മകന് ബെൻ, രണ്ടാമത്തെ മകൻ ഡാൻ. ഞങ്ങളുടെ മൂത്ത മകന് കഴിഞ്ഞ 29-ാം തീയതി സെപ്റ്റംബർ 29, 2025 അവൻ്റെ വിവാഹം സിഡ്നിയിൽ വെച്ച് നടക്കുവാനിടയായി. ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു മെമ്പറും കൂടി ആഡ് ആയിട്ടുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഡൽഹിയിൽ നഴ്സിംഗ് പഠിക്കുവാൻ വേണ്ടി കടന്നു വന്നു 1984. അങ്ങനെ ഞാൻ ഡൽഹിയിലാവാൻ ദൈവം എനിക്കിടയാക്കി. ഞാൻ ഡൽഹിയിൽ കടന്നു വന്നതും എൻ്റെ ഹസ്ബൻഡിൻ്റെ മദറും എൻ്റെ മദറിൻ്റെയും വീട് പുനലൂരായിരുന്നു. അവിടെ ഞാൻ 12th കഴിഞ്ഞപ്പോൾ നഴ്സിംഗ് പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഡൽഹിയിൽ കടന്നു വന്നതാകുന്നു. എൻ്റെ ചൈൽഡ്ഹുഡിനെ പറ്റി ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ പിതാവും മാതാവും ഞങ്ങൾ 4 മക്കളുമാണ്. ഞങ്ങൾ പുനലൂരാണ് ജനിച്ചു വളർന്നത്. ഞാൻ എൻ്റെ എൻ്റെ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പിതാവ് ഗൾഫിലേക്ക് ജോലിക്ക് വേണ്ടി കടന്നു പോവുകയും അങ്ങനെ ഞാൻ 9ാം ക്ലാസ് ആയപ്പോൾ താൻ ഒരു സ്ട്രോക്ക് മുഖാന്തരം തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നു. അന്ന് തൊട്ട് ഞാൻ വിചാരിച്ചതാണ് എളുപ്പം ഒരു ജോലി കിട്ടാൻ വേണ്ടി നഴ്സിംഗ് ചെയ്യണം. ഞങ്ങൾ 4 സഹോദരി സഹോദരന്മാരാണ്. അതിൽ ഞാൻ ഏറ്റവും മൂത്തതാണ്. അതുകൊണ്ട് ആ ചെറിയ പ്രായത്തിൽ എനിക്ക് തോന്നി എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എൻ്റെ പപ്പ ഒരു മകനായിരുന്നു, വേറെ സിബ്ലിങ്സ് ഒന്നുമില്ല. അപ്പം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ചെറിയ പ്രായത്തിലെ എൻ്റെ മനസ്സിൽ ദൈവം അങ്ങനെ ഇട്ട് തന്നു. അതുകൊണ്ട് ഞാൻ തീരുമാനമെടുത്തു എനിക്ക് നഴ്സിംഗ് ചെയ്യണം, എന്നിട്ട് വെളിയിൽ പോയി എൻ്റെ കുടുംബത്തേക്ക് സഹായിക്കണം എന്നുള്ള ഒരു വിചാരത്തോടെ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ പഠിക്കുവാൻ തുടങ്ങി. അങ്ങനെ ദൈവം എന്നെ പഠിക്കുവാൻ സഹായിച്ചു. ഞാൻ 12th കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗിന് വേണ്ടി കടന്നു വരുവാൻ ഇടയായി. അതിന് മുൻപ് എൻ്റെ കുട്ടിക്കാലത്തെ പറ്റി പറഞ്ഞാൽ എൻ്റെ പിതാവ് ഒരു മകനായിരുന്നത് കൊണ്ട് എൻ്റെ ഗ്രാൻഡ് മദറും ഞങ്ങളുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം എൻ്റെ പപ്പായും അമ്മയും നാമധേയ ക്രിസ്ത്യാനികളായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ ചെറിയ പ്രായത്തിൽ തൊട്ടേ ദൈവത്തെ സ്നേഹിക്കുകയും അമ്മയുടെ പിതാവിൻ്റെ സഹോദരൻ ഒരു ബ്രദറൻ അസംബ്ലിയുടെ അന്നത്തെ ഒരു പാസ്റ്ററായിരുന്നു, ഉപദേശിയായിരുന്നു. അപ്പം അതുകൊണ്ട് വളരെ ദൈവത്തെക്കുറിച്ചുള്ള ഭയവും ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വിവാഹിതയായത്
ഒരു മർത്തോമ കുടുംബത്തിലായിരുന്നു. എന്നാൽ എൻ്റെ ഗ്രാൻഡ് മദർ അമ്മച്ചിയുടെ ചെറിയ പ്രായത്തിൽ ഒരു രോഗത്തിൻ്റെ സൗഖ്യം ലഭിച്ചത് മുഖാന്തരം കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുവാൻ കാരണമായി. ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തിൽ ഞാൻ അമ്മച്ചിയെ പറ്റി ഓർക്കുന്നത്, അമ്മച്ചി ഒരു വലിയ ഒരു ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരിയായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ഞാൻ ഇൻഡർസെഷൻ്റെ ഈ ബുക്സുകളൊക്കെ വായിക്കുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഓ എൻ്റെ അമ്മച്ചിക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ആ സമയത്തും ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരിയായിരുന്നു താൻ എന്ന് ഞാൻ വളർന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എൻ്റെ അമ്മച്ചിയെ പറ്റി പറഞ്ഞാൽ, അമ്മച്ചി ഒരു സാധാരണ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെങ്കിൽ അമ്മച്ചിക്ക് ഈ ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ, ഈ അസുഖത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചത് മുഖാന്തരം അമ്മച്ചി പൂർണ്ണമായിട്ടും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവം ഇടയാക്കി. ഞാൻ നോക്കുമ്പോൾ അമ്മച്ചി വളരെ ദൈവവചനം വളരെ സ്നേഹിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. കുറഞ്ഞത് ഒരു ദിവസം ഒരു 5-6 മണിക്കൂർ അമ്മച്ചി ദൈവവചനം വായിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി ഉപയോഗിച്ചിരുന്നു. അപ്പം അമ്മച്ചി ഇങ്ങനെ രാവിലെ, അമ്മച്ചിക്ക് ഒരു റുട്ടീൻ ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേക്കും, അത് കഴിഞ്ഞ് ഒരു 8 മണിയാകുമ്പോൾ നല്ല അന്നത്തെ ചട്ടയും മുണ്ടും വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് അമ്മച്ചി ഒരു ഹോസ്പിറ്റൽ വിസിറ്റിങ്ങിന്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആ വില്ലേജിലുള്ള ഓരോ വീടുകൾ, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനികളും, അറ്റ്ലീസ്റ്റ് അമ്മച്ചിക്ക് ഒരു ടൈമുണ്ട്, 10 o'clock വരെ അമ്മച്ചി അവരെ വിസിറ്റ് ചെയ്യും. ജസ്റ്റ് ആ വീട്ടിൽ പോകും, പ്രാർത്ഥിക്കും, തിരിച്ചു വരും. വളരെ ഒരു ദൈവത്തിൻ്റെ ശിഷ്യത്വം മനസ്സിലാക്കി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, കൊച്ചിലെ ഞങ്ങൾ അമ്മച്ചി ഇങ്ങനെ 8 മണിക്ക് പോകും, 10 മണിക്ക് തിരിച്ചു വരും. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ നാപ്പ് എടുത്തിട്ട് പിന്നെയും ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെയൊക്കെ വിളിച്ച് കൂടെ ഇരുത്തും. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, കൊച്ചിലെ ഇങ്ങനെ അമ്മച്ചി പ്രാർത്ഥിക്കുന്നത്, പിന്നെ സദൃശവാക്യം 30:9 പറഞ്ഞിരിക്കുന്ന പോലെ, ദൈവമേ എൻ്റെ മക്കളെ ധനികരായിട്ട് അവർ ദൈവത്തെ മറക്കാനും ദരിദ്രരായിട്ട് മോഷ്ടിക്കാനും നീ ഇടയാക്കരുത്, ദൈവത്തിൻ്റെ നാമം ദൂഷിക്കപ്പെടാൻ ഇടയാക്കരുത് എന്ന് അമ്മച്ചി ഇങ്ങനെ എടുത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പം അമ്മച്ചിയുടെ പ്രാർത്ഥനയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വചനവും പ്രാർത്ഥനയും പാരലായിട്ട് ജീവിതത്തിൽ കൊണ്ടുപോയ ഒരു വ്യക്തിയായിരുന്നു. അപ്പം വചനം എടുത്താൽ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറയാം, അമ്മച്ചി അങ്ങനെ പ്രാർത്ഥിക്കും, ഞങ്ങളെ 4 പേരെ സുവിശേഷ വേലക്കാരാക്കണം. ഞങ്ങൾ 4 കൊച്ചുമക്കളാണ്. അപ്പം 4 പേരെ സുവിശേഷ വേലക്കാരാക്കണം. അപ്പം ഞാൻ പറയാം, അമ്മച്ചി അങ്ങനെ പ്രാർത്ഥിക്കണ്ട, ഞാൻ കൊച്ചാ. ഞാൻ പറയാം, എനിക്ക് ജോലി ചെയ്യണം, എനിക്ക് അങ്ങനെ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായി തീരണം. പക്ഷെങ്കിൽ എനിക്ക് ജോലി ചെയ്ത് ജീവിക്കണം. അങ്ങനെ ഞാൻ അമ്മച്ചിയോട് പറയുമായിരുന്നു. എന്നാൽ അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഞാനത് കേൾക്കും. അതുകൊണ്ട് അമ്മച്ചിയുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരു ദൈവത്തിൻ്റെ ആ പ്രാർത്ഥനയുടെ ആത്മാവിൻ്റെ ഒരു പകർച്ച ഞങ്ങളുടെ മേലും ദൈവം അത് വ്യാപരിക്കാൻ തുടങ്ങി. അന്ന് കൊച്ചായിരുന്നപ്പോൾ എനിക്കതൊന്നും മനസ്സിലായിട്ടില്ല. ഇപ്പം എനിക്കത് മനസ്സിലാകും. എനിക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ ബോറാവത്തില്ല പ്രാർത്ഥിക്കാൻ. അങ്ങനെ ദൈവം അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, യെസ്, കൊച്ചിലെ തൊട്ട് പ്രാർത്ഥിക്കുവാൻ, ഏത് ആവശ്യങ്ങളുടെ മുഖത്തും പ്രാർത്ഥിക്കുവാൻ ഞാൻ എൻ്റെ അമ്മയിൽ നിന്നും എൻ്റെ അമ്മച്ചിയിൽ നിന്നും ഞാൻ കൊച്ചു പ്രായം തൊട്ട് അത് പഠിക്കുവാൻ കാരണമായി തീർന്നു. ജീവിതത്തിൽ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പിതാവ് ഇങ്ങനെ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്ട്രോക്കായിട്ട് തിരിച്ചു വന്നത് മുഖാന്തരം ഞങ്ങളുടെ ഫിനാൻസൊക്കെ പപ്പായുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നു. അപ്പം ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുമ്പോൾ 3-4 മാസമൊക്കെ പപ്പായ്ക്ക് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു റിക്കവറി ദൈവം കൊടുത്തു, സ്വന്തമായിട്ട് നടക്കാനും എടുക്കാനും സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്നാൽ ഒരു പൂർണ്ണമായ വിടുതലിന് വേണ്ടി ഇങ്ങനെ ഹോസ്പിറ്റലുകളൊക്കെ പോയി ഓരോ ട്രീറ്റ്മെൻറ്റുകളും 3 മാസം 4 മാസം ഇങ്ങനെയൊക്കെ അമ്മയും പപ്പായും ഓരോ ഹോസ്പിറ്റലിലും പോയി അങ്ങനെ താമസിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഒരു പൂർണ്ണ വിടുതൽ ലഭിച്ചില്ല, മരിക്കുന്നിടം വരെ അത് ലഭിച്ചില്ല.
എന്നാൽ ഇങ്ങനെ ഈ ഫിനാൻഷ്യലായിട്ട് ഞങ്ങളുടെ, ബിക്കോസ് വേറെ ആരും കുടുംബത്തിൽ അന്വേഷിക്കുന്നവരില്ല, ജോലി ചെയ്യുന്നവരില്ലാത്തത് മുഖാന്തരം ഞങ്ങൾ ഉണ്ടായിരുന്ന പൈസകളൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു. അങ്ങനെ ഞാൻ തീരുമാനം എടുത്തണോ, എനിക്ക് എളുപ്പം ഒരു ജോലി വേണം, നഴ്സിംഗ് അതിന് ബെസ്റ്റ്, എനിക്ക് വെളിയിൽ പോകണം. അതൊരു ഒരു എല്ലാവരുടെയും നോർമൽ ഒരു ചിന്ത പോലെ ഞാനും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ എൻ്റെ ബാല്യകാലം ഞങ്ങൾ 4 സഹോദരങ്ങൾ, ഞങ്ങൾ 3 സിസ്റ്റേഴ്സും ഒരു ബ്രദറും. അവൻ ഏറ്റവും ഇളയതാണ്. അങ്ങനെ എൻ്റെ ബാല്യകാലം കടന്നു പോകുവാൻ ദൈവം സഹായിച്ചു. ഞാൻ എൻ്റെ 12ാമത്തെ വയസ്സിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ, അമ്മയും അമ്മച്ചിയും വിശ്വാസത്തിലായിരുന്നത് കൊണ്ട് ഞാനൊരു പെന്തക്കോസ്ത് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് വളർന്നു വന്നത്. പപ്പായ്ക്ക് അതിന് വലിയ ഒരു ഒബ്ജക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വളരെ അനുഗ്രഹമായിരുന്നു. ഞാൻ സൺഡേ സ്കൂൾ പോവുകയും പഠിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ വചനം എൻ്റെ കൊച്ചു മനസ്സിൽ, എനിക്ക് 12 വയസ്സുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാകാൻ കഴിയുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കി. ദൈവത്തിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്നും ജലത്തിൽ സ്നാനപ്പെടണമെന്നും ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്നുള്ള ആ ബേസിക് കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം ഇടുവാൻ കാരണമായി. ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ബാല്യപ്രായത്തിലെ എൻ്റെ ആത്മീക ജീവിതത്തെ ഹെൽപ്പ് ചെയ്ത പാസ്റ്റേഴ്സ്, ഫാമിലീസ്, എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, എൻ്റെ അമ്മയും എൻ്റെ വലിയമ്മച്ചിയും ഞാൻ ദൈവത്തിന് വളരെ നന്ദിയോടുകൂടെ അവരെ ഓർക്കുന്നു. അവരെൻ്റെ ജീവിതത്തിൽ ഒരു 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 മാതൃകയായിരുന്നു. ഒരു മാതൃകയ്ക്ക് വേണ്ടി എനിക്ക് മറ്റെങ്ങും ഓടേണ്ടി വന്നില്ല. ദൈവം അവരൊരു മാതൃകയാക്കി. പല കാര്യങ്ങളിലും ഞാൻ ഓർക്കുന്നുണ്ട്, ചർച്ചകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും, അങ്ങനെ കാര്യങ്ങൾ എൻ്റെ അമ്മയും അമ്മച്ചിയും ഇതിനകത്തൊന്നും ഇടപെടാതെ അവർ ഒരു കാര്യം പോലും വീട്ടിൽ സംസാരിക്കാറില്ല. അങ്ങനെ എപ്പോഴും ദൈവത്തിന് ഹിതമാകുന്ന കാര്യങ്ങൾ മാത്രമേ അങ്ങനെ സംസാരിക്കാറുള്ളായിരുന്നു. സോ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വളർന്നു വന്നു. അതുകൊണ്ട് എൻ്റെ മനസ്സിലും ഈ കാര്യങ്ങളിലേക്ക് ദൈവത്തിന് വേണ്ടി ഒരു വിശുദ്ധമായ ജീവിതം നയിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കും, നമുക്ക് ഉത്തരം തരും. അത്രയൊക്കെ ഉള്ള ഒരു ജനറൽ നോളജിലാണ് ഞാൻ എൻ്റെ ആത്മീക ബാല്യകാലങ്ങൾ കഴിച്ചത്. സോ അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പ്രീ ഡിഗ്രി അന്നത്തെ സമയത്ത് പാസ്സായിട്ട് ഞാനിങ്ങനെ നഴ്സിങ്ങിന് വേണ്ടി ഡൽഹിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഈ സങ്കീർത്തനം 33:11 പറയുന്ന പോലെ ദൈവത്തിൻ്റെ പ്ലാന് സ്വർഗത്തിൽ എന്നേക്കും എസ്റ്റാബ്ലിഷ് ആയിട്ടിരിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അതാർക്കും മാറ്റാൻ കഴിയത്തില്ല. സോ ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്ലാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് അനേക ദൈവമക്കളിൽ കൂടി അന്ന് ചെറുതായിരിക്കുമ്പോൾ തന്നെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ മീറ്റിങ്ങും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പല ദൈവമക്കളിൽ നിന്നും, ദേവദാസന്മാരിൽ നിന്നും, ദാസിമാരിൽ നിന്നും അതൊക്കെ കേൾക്കുമായിരുന്നു. അപ്പം എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇങ്ങനെ കൊച്ചായിട്ടിരിക്കുമ്പോൾ ഈ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഒരു മലയുടെ വട്ടമൺ എന്ന് പറയും പുനലൂരിൽ. അപ്പം ഇങ്ങനെ ഒരു പാറയായിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഈ പാറയുടെ ഇടയ്ക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ട് നടന്നപ്പോഴൊരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് ഞാൻ വീഴുകയും, കൊച്ചായിരുന്നു, 10-12 വയസ്സുള്ള. അപ്പം എൻ്റെ തല നെറ്റി അടിച്ച് വീണതുകൊണ്ട് നെറ്റി അങ്ങ് മുറിയുകയും, അങ്ങനെ ഒരു ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഒരു നേഴ്സായിട്ട് ഞാൻ ന്യൂറോ സർജറിയിൽ വർക്ക് ചെയ്തതാണ്. ഇങ്ങനെ ആക്സിഡൻസ് കേസസ് വരുന്ന സ്ഥലത്ത് വർക്ക് ചെയ്തതാണ്. ഞാൻ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്ഥലവും ആ വീഴ്ചയൊക്കെ ഓർക്കുമ്പോൾ ദൈവം എന്നെ പിശാചിൻ്റെ കരങ്ങളിൽ വീഴാൻ അനുവദിച്ചില്ല. ഹെഡ് ഇഞ്ചുറി ഒന്നും ഉണ്ടാകാതെ ദൈവം അതിൽ നിന്ന് എന്നെ വിടുവിച്ചു. അങ്ങനെ ഞാൻ 12ാം ക്ലാസ് പാസ്സായിട്ട് ഞാൻ നഴ്സിങ്ങിന് വേണ്ടി ഡൽഹിയിൽ കടന്നു വന്നു. ഡൽഹിയിൽ കടന്നു വന്നതും എൻ്റെ ഇൻലോസിൻ്റെ ത്രൂ ആണ് ഞാൻ കടന്നു വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മദറിൻ്റെ വീടും എൻ്റെ ഹസ്ബൻഡിൻ്റെ മദറിൻ്റെ വീടും ഒരു സ്ഥലത്തായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ മദർ പോകുന്ന അസംബ്ലിയിലെ പാസ്റ്ററായിരുന്നു എൻ്റെ അമ്മയുടെ അപ്പച്ചൻ്റെ ബ്രദർ. അപ്പം അങ്ങനെ ഞാൻ ഡൽഹിയിലേക്ക് ഈ ഭവനത്തിൽ കടന്നു വരികയും അങ്ങനെ ഇവിടെ 2-3 മാസം ഇവിടെ താമസിക്കുകയും ചെയ്ത ശേഷമാണ് എനിക്ക് സെൻറ്റ് സ്റ്റീഫൻസ് പറയുന്ന ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ലഭിച്ചു നഴ്സിങ്ങിന് വേണ്ടി. ഞാൻ അങ്ങനെ
അവിടെ നഴ്സിംഗിന് വേണ്ടി കടന്നു പോവുകയും സൺഡേയിൽ ഞാൻ ആരാധനയ്ക്ക് വേണ്ടി ഇവിടെ അന്ന് മലയാള സർവീസാണ് ഈ ഗ്രീൻ പാർക്ക് ചർച്ചിൽ കടന്നു വരികയും ചെയ്യുമായിരുന്നു. എൻ്റെ ലോക്കൽ ഗാർഡിയൻ പപ്പായായിരുന്നത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ കടന്നു വരികയും ആരാധനയ്ക്ക് അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ നഴ്സിംഗ് പഠിക്കുവാനിടയായി. നഴ്സിംഗിലും ദൈവം എന്നെ സഹായിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് മാറി ആദ്യമായിട്ടാണ് താമസിക്കുന്നത്. അതുപോലെ ഈ നോർത്ത് ഇന്ത്യയിൽ വന്നോണ്ടേ ഹിന്ദി അങ്ങനെ എനിക്ക് അറിയത്തില്ല, ഭാഷയുടെ കുഴപ്പം, ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ആൻഡ് അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു. ദൈവമേ, ഞാൻ എങ്ങനെ ഈ നോർത്ത് ഇന്ത്യയിൽ സർവൈവ് ചെയ്യുമെന്ന്. പക്ഷേ ദൈവം എൻ്റെ കൂടെ ഇരുന്നു. ദൈവം എന്നെ സഹായിച്ചു. ഞാൻ നഴ്സിംഗ് പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ഏറ്റവും നന്നായിട്ടുള്ള സന്ദർഭങ്ങളെ ഞാൻ ഓർക്കുകയാണെങ്കിൽ, ഞാൻ അന്നൊക്കെ ഈ ടി വി അങ്ങോട്ട് തുടങ്ങിയ സമയം. അപ്പോൾ ഈ ഒരു 4-5 മണിയാകുമ്പം ഞങ്ങൾക്കൊരു ടി വി ഹാളുണ്ട്. അപ്പോൾ എല്ലാ പിള്ളേരും ടി വി കാണാൻ പോകും. അന്നൊക്കെ ചിത്രഹാർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, എല്ലാവരും അത് കാണാൻ പോകും. അപ്പം ഞാൻ എൻ്റെ റൂം അടച്ചിട്ട് ഞാൻ ദൈവമായിട്ടിരുന്ന് സംസാരിക്കുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു ബ്ലെസ്സഡ് മോമെന്റ്സ് എന്ന് എനിക്ക് ഓർക്കുവാൻ കഴിയുന്നത് എൻ്റെ നഴ്സിംഗ് പീരീഡിൽ. ബിക്കോസ് ഞാനൊരു വളരെ ഇൻട്രോവേർട്ട്, അധികം മനുഷ്യരോട് സംസാരിക്കാനോ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു. അത് മുഖാന്തരം എനിക്ക് ഈ ദൈവത്തോട് എൻ്റെ ഹൃദയങ്ങളെ മൊത്തം തുറന്നു പറയാനും, അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്നെ കാണുന്ന ആർക്കും എനിക്ക് പ്രശ്നമുണ്ടെന്നോ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ ആർക്കും പറയാൻ പറ്റുന്നില്ലായിരുന്നു. ഒന്നാമത്തെ കാരണം എനിക്ക് തോന്നുന്നു യെശയ്യാവ് 40:1 ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവർ കഴുകനെ പോലെ ചിറകടിച്ച് പറക്കും. ദർ ഈസ് എൻ എക്സ്ചേഞ്ച്. ദൈവത്തിൻ്റെ സന്നിധി ഇരിക്കുമ്പോൾ നമ്മുടെ സോറോസും നമ്മുടെ വിഷമങ്ങളും ഒക്കെ മാറ്റിയിട്ട് ഒരു ദൈവത്തിൻ്റെ സന്തോഷം നമ്മുടെ ഉള്ളിൽ പകരുന്ന ഒരു അനുഭവം എനിക്ക് ആ സ്റ്റുഡൻറ് ലൈഫിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 3.5 വർഷക്കാലം ഞാൻ എൻ്റെ നഴ്സിംഗ് പഠനത്തിൽ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് സഹായിച്ചു. ഈവൻ ഫിനാൻഷ്യലിയും ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം എനിക്ക് ചർച്ചിൽ പോകാൻ അന്ന് 25 വയസ്സായെങ്ങാണ്ട് മതി ബസ് കൂലി സ്റ്റുഡൻസിന്. അപ്പോൾ എൻ്റെ കയ്യിൽ അടുത്ത സൺഡേ പോകാൻ ബസ്സിൻ്റെ ചാർജ് ഇല്ല, പൈസ ഇല്ല. അപ്പം ഞാനിങ്ങനെ ദൈവത്തോട് ഓർച്ച്, കർത്താവേ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. എനിക്ക് പിന്നെ എപ്പോഴും വീട്ടിൽ ചോദിക്കാൻ ഒരു മടി. ബിക്കോസ് എൻ്റെ പിതാവ് പിന്നെ ജോലി ചെയ്യുന്നില്ല, അത് കഴിഞ്ഞ് പിന്നെ വയ്യാതായത്. പിന്നെ അപ്പം എപ്പോഴും പൈസയ്ക്ക് വേണ്ടി അങ്ങനെ ചോദിക്കാൻ ഒരു മടിയുള്ളൂ. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഒരു ശനിയാഴ്ച ആയപ്പം എനിക്കൊരു മണി ഓർഡർ 75 രൂപയുടെ ഒരു മണി ഓർഡർ. അന്നത്തെ കാലത്ത് 75 രൂപ ഒരു വലിയ എമൗണ്ടാണ്. അപ്പം ഞാൻ സംസാരിക്കുന്ന ഒരു 40 വർഷത്തിൻ്റെ മുന്നത്തെ കാര്യം. അപ്പം ഞാൻ ദൈവത്തിന് വളരെ നന്ദി പറഞ്ഞു. അങ്ങനെ ദൈവം എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ദൈവം എനിക്ക് നടത്തി തന്നു. ദൈവം എന്നെ വഴി നടത്തി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഓടിപ്പോകാൻ പറ്റുന്നത് ഒരു ദൈവത്തിൻ്റെ അടുത്താണ്. നമ്മളെ ഉള്ളതുപോലെ മനസ്സിലാക്കുന്നവൻ, നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മളെ കൂടെ നിന്ന് സഹായിക്കുന്ന ഒരു ദൈവം. അന്ന് എനിക്ക് അതിനെപ്പറ്റി അത്ര ഗ്രാഹ്യമൊന്നും ഇല്ലെങ്കിലും ഞാൻ വിചാരിക്കുന്നത് അമ്മച്ചിയുടെയും അമ്മയുടെയും പ്രാർത്ഥനയുടെ ആത്മാവിൻ്റെ ഒരു പകർച്ച എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അത് മുഖാന്തരം ദൈവം എന്നെ സഹായിച്ചു. എനിക്ക് നഴ്സിംഗ് നല്ലപോലെ കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം സാഹചര്യത്തെ ഒരുക്കി. ഞാൻ നഴ്സിംഗ് ജസ്റ്റ് ഫിനിഷ് ചെയ്ത ഉടനെ ഒരു 3-4 മാസം കഴിഞ്ഞുടനെ എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ ഓൾ ദ മോർ എനിക്ക് തോന്നി എൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ കുടുംബത്തിൻ്റെ മേലിലുള്ളത് എൻ്റെ മേലാണെന്ന്. അതുകൊണ്ട് ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിരുന്നു. നഴ്സിംഗ് ചെയ്യുക, അത് കഴിഞ്ഞ് വെളിയിൽ പോവുക. വിവാഹത്തെ പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷെ അൺയൂഷ്വലി ഒരു ദൈവത്തിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയത്തക്ക പോലെ എനിക്ക് അന്ന് ഫോണൊന്നുമില്ല, എല്ലാ ലെറ്ററിലും അമ്മ ഓരോ പ്രപ്പോസൽസ് വന്നു ഇങ്ങനെ എനിക്ക് എഴുതിക്കൊണ്ടിരിക്കും. അപ്പം അമ്മയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്. ബിക്കോസ് പപ്പ മരിച്ചു കഴിഞ്ഞ ഉടനെ ഞാനാണ് മൂത്തത്. പിന്നെ ഞങ്ങൾ മൂത്ത 3 സഹോദരിമാരാണ്. അപ്പോൾ ഒരു മെയിൽ പേഴ്സൺ ഭവനത്തിൽ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത കൊണ്ടും അമ്മയും എല്ലാം ഇങ്ങനെ എന്നെ അറിയിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും ഒന്നിനും ഞാൻ ഫോക്കസ് ചെയ്യത്തില്ലായിരുന്നു, ഞാൻ റിപ്ലൈ ചെയ്യത്തില്ലായിരുന്നു.
എനിക്കറിയാം ഞാൻ എന്താ ചെയ്യേണ്ടത്. എന്നാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴേ എൻ്റെ ആഗ്രഹമുണ്ട് എനിക്ക് നഴ്സിംഗ് ഫിനിഷ് ചെയ്ത ഉടനെ വെളിയിൽ പോകണം. പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കണം. എനിക്കൊരു പിതാവില്ല, എനിക്കൊരു എൽഡർ ബ്രദർ ഇല്ല. കർത്താവെ നീയാണ് എൻ്റെ പിതാവും നീയാണ് എൻ്റെ എൽഡർ ബ്രദറും. ഇന്ന് ഞാൻ വചനം വായിക്കുമ്പോൾ നമ്മൾക്ക് വചനത്തിൽ കൂടി മനസ്സിലാവും, യെസ്, ഏതൊരു റിലേഷൻഷിപ്പ് നമ്മൾ ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്നു അത് തരുവാൻ മതിയായവനാണ്, അല്ലെ? ദൈവം നമ്മുടെ ഒരു നല്ല ഫ്രണ്ടാണ്, ഒരു പിതാവാണ്, ഒരു എൽഡർ ബ്രദറാണ്, ഒരു അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ്. ഈ വചനമൊക്കെ റിയൽ ആയിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനും ഞാൻ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ഇടയായി. അങ്ങനെ ഈ പ്രപ്പോസൽസ് ഒക്കെ വന്ന് ഞാൻ ഒന്നിനും റെസ്പോണ്ട് ചെയ്യാതിരുന്ന് ഒരു പ്രാവശ്യം ഒരു പ്രപ്പോസൽ എൻ്റെ ലോക്കൽ പാസ്റ്ററും അറിയുന്ന ഒരു പ്രപ്പോസലായിരുന്നു. പാസ്റ്റർ അവിടെ നേരത്തെ ഇരുന്നിട്ടുള്ള സഭയിലുള്ള ഒരു പയ്യൻ്റെ പ്രപ്പോസലായിരുന്നു, വെളിയിൽ നിന്നുള്ള ഒരു പ്രപ്പോസലായിരുന്നു. അപ്പം എൻ്റെ അമ്മയോട് പറയുകയും അങ്ങനെ ആ പാസ്റ്ററെ അറിയുന്ന ഈ പയ്യൻ്റെ റിലേറ്റീവ് ഒരു പാസ്റ്റർ ഡൽഹിയിലുണ്ടായിരുന്നു. പുള്ളിയോട് പറഞ്ഞ് എന്നോട് പറയണം, എന്നിട്ട് എനിക്ക് ഒരു ടെലിഗ്രാം ചെയ്തു, മദർ സീരീസ്. അപ്പം ഞാൻ വിചാരിച്ചു ലിറ്ററലി എൻ്റെ അമ്മ സീരിയസാ. ഞാൻ ബിക്കോസ് എല്ലാ ലെറ്ററിലും ഇങ്ങനെ പ്രപ്പോസൽസ് വരുന്നത് ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ടും എനിക്ക് അതിനെപ്പറ്റി ഒരു വിചാരം ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് ഒരു വിവാഹത്തിന് വേണ്ടിയാണെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞത് മുഖാന്തരം എനിക്ക് എൻ്റെ ഒരു ബേസിക് വാല്യൂസ്, എന്നാൽ ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കണം. അപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ നാമം ഈ ഒരു ടെലിഗ്രാം, ഈ ഒരു മാരേജിൻ്റെ മുഖാന്തരം ദുഷിക്കപ്പെടാൻ ഇടയാകരുത് എന്നുള്ളത് എൻ്റെ മനസ്സിലൊരു സ്ട്രോങ് കാര്യമായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ അമ്മ ഞാൻ എന്താ പറയുന്നത് ആ ഒരു ഡിസിഷൻ എടുക്കും. അപ്പോൾ വേറെ ആരോടും നമുക്ക് ഇന്നത്തെ പോലെ അന്ന് ചോദിക്കാനോ പറയാനോ അങ്ങനെ പറ്റിയില്ല. അങ്ങനെയുള്ള ഞങ്ങൾ അങ്ങനെ ഒന്നും ലേൺ ചെയ്തിട്ടില്ലായിരുന്നു. അത് മുഖാന്തരം പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ആ ഒരു രാത്രി ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കറിയത്തില്ല ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. ഞാൻ കള്ളം പറഞ്ഞിട്ട് അവിടുന്ന് വന്ന് ഇവിടെ വിവാഹം കഴിച്ചിട്ട് ഞാൻ തിരിച്ചു പോയി എൻ്റെ നഴ്സിംഗ് സൂപ്രണ്ടിനെ എൻ്റെ കൊളീഗ്സിനെയും ഒക്കെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ അതുകൊണ്ട് ഞാൻ എന്ത് തീരുമാനം എടുക്കണമെന്ന് രാത്രി മൊത്തം, ഞാൻ അന്ന് ഒരു 22 വയസ്സോ കണ്ടുള്ളൂ, ഞാൻ കരഞ്ഞ് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പം രാത്രിയായപ്പം ദൈവം എൻ്റെ മനസ്സിൽ ഒരു കാര്യം തന്നു, ഇങ്ങനെ പറയാൻ, ഞാൻ ഇങ്ങനെ ഒരു ലീവ് എടുത്തിട്ടാണ് വന്നത്, ഞാൻ തിരിച്ചു പോയിട്ട് ഒരു പ്രോപ്പർ ലീവ് എടുത്തിട്ട് ഞാൻ തിരിച്ചു വരാം. അങ്ങനെ ഒരു മനസ്സിലൊരു ദൈവം എൻ്റെ ഒരു മനസ്സിൽ തന്നത് കൊണ്ട് ഞാൻ രാവിലെ അങ്ങനെ എൻ്റെ അമ്മയോടും എൻ്റെ ലോക്കൽ പാസ്റ്ററിനോടും പറഞ്ഞു. അപ്പൊ എൻ്റെ മനസ്സിൽ പേടിയുണ്ട്, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇവരൊക്കെ എന്തോ വിചാരിക്കും, അന്നത്തെ കാലമല്ലേ, ഇവൾക്ക് ഇനി ഡൽഹിയിൽ ആരെങ്കിലും പരിചയക്കാരുണ്ടോ എന്നൊക്കെ ചിന്തിക്കുമെന്ന് വിചാരിച്ച് വളരെ ഭയപ്പെട്ടാണ് ഞാൻ പറഞ്ഞതെങ്കിലും ദൈവം ആരെ കൊണ്ട് ഒന്നും പറയിപ്പിക്കാതെ ദൈവം എന്നെ ആ സ്ഥലത്ത് സഹായിച്ചു. ഞാൻ ഒരാഴ്ച എൻ്റെ വീട്ടിൽ സമയം ചെലവഴിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ദൈവത്തിൻ്റെ നാമം ഞാൻ മുഖാന്തരം ദുഷിക്കപ്പെടരുത് എന്നൊരു വാല്യൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ വെച്ചിരുന്നു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഈ സമയങ്ങളിൽ എൻ്റെ സഹോദരങ്ങൾ പഠിക്കുമായിരുന്നു. എൻ്റെ ഒരു സിസ്റ്റർ നഴ്സിംഗിന് വേണ്ടി പഠിക്കുവാൻ വന്നു, മറ്റു സിസ്റ്റർ ഫാർമസി അങ്ങനെ ഉള്ള കാര്യങ്ങൾ പഠിക്കാനിടയായി. അങ്ങനെ എൻ്റെ സഹോദരനും അങ്ങനെ കാര്യങ്ങൾ നടക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ നഴ്സിംഗ് ജസ്റ്റ് പാസ്സായ സമയത്തായിരുന്നു. അപ്പം അതിന് മുന്നേ എൻ്റെ ഫാദർ ഇൻ ലോ നാട്ടിൽ ചെന്നപ്പോൾ, എൻ്റെ പപ്പ മരിച്ചു കഴിഞ്ഞ് നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു, മോക്ക് വിവാഹ കാര്യങ്ങൾ വല്ലതും വരുമ്പം എന്നെ അറിയിക്കണമെന്ന്. പക്ഷേ ഈ കാര്യം വന്നപ്പം അമ്മ അത് പറഞ്ഞില്ല. പപ്പ ഇങ്ങനെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നത് കൊണ്ട് അമ്മ അത് പറഞ്ഞില്ല. അപ്പം പിന്നെ ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പിതാവിനോട് ഈ കാര്യങ്ങൾ പറയാനിടയായി. അപ്പം അന്നേരം പപ്പ പറഞ്ഞു, എൻ്റെ മനസ്സിൽ എൻ്റെ ഇളയ മോന് വേണ്ടി എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാനും പഠിക്കുവാണ്. എൻ്റെ ഹസ്ബൻഡ് അന്ന്
ബൈബിൾ കോളേജിൽ പഠിക്കുക, SABCയിൽ പഠിക്കുക, ഫൈനൽ ഇയറാണ്. അപ്പം ആ മോൻ്റെ പഠിത്തം കഴിയട്ടെ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പപ്പ പറഞ്ഞു മോളോട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നോട് വന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ ജീവിതത്തെ പറ്റി അങ്ങനെ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാനുള്ള കഴിവില്ല. അത് കൂടാതെ എനിക്കൊരു ഫോക്കസ് ഉണ്ടായിരുന്നു, ഞാൻ നഴ്സിംഗ് ചെയ്യുക, വെളിയിൽ പോവുക. ഡൽഹി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സ്ഥലം. കാരണം ഈ 3 ദിവസം ട്രെയിനിലിരുന്ന് വീട്ടിൽ പോകുന്നത്, എവറി ഇയർ സ്റ്റുഡൻ്റ് ആകുമ്പോൾ നമുക്ക് അവധി കിട്ടും, വീട്ടിൽ പോകുന്ന ഏറ്റവും ഞാൻ വെറുത്ത ഒരു സംഭവമായിരുന്നു. അപ്പം പിന്നെ രണ്ടാമത്തെ കാര്യം പാസ്റ്ററിൻ്റെ ഭാര്യയാവും. അതെനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. എനിക്ക് പഠിക്കണം, എനിക്ക് ജോലി ചെയ്യണം, എൻ്റെ കുടുംബത്തെ, അതൊരു സാധാരണ ഒരു നീഡായതുകൊണ്ട്, ഒരു ഗ്രീഡ് അല്ലായിരുന്നു, അതൊരു നീഡായിരുന്നു. അപ്പം അതിനു വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഫോക്കസ് ഉള്ളത് കൊണ്ട് ഞാൻ ഒരു പാസ്റ്ററിനെ വിവാഹം കഴിക്കുവാനും ആഗ്രഹിച്ചില്ല. ആൻഡ് ദെൻ അപ്പം എൻ്റെ ഹസ്ബൻഡ് പഠിക്കുന്നതേ ഉള്ളൂ, അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ പിന്നെ എൻ്റെ വീടിനെ ആരാ നോക്കുന്നത്, എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? എനിവേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ എൻ്റെ മനസ്സിൽ ദൈവം ഇട്ടു, നിനക്ക് വേണ്ടിയുള്ള എൻ്റെ ഹിതം ഇതാണ്. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? അന്നേരം ഞാൻ കേട്ടു, ഒരു ഇന്നർ വോയിസ് ആയിരുന്നു. അന്നൊന്നും എനിക്കിങ്ങനെ ദൈവശബ്ദം കേൾക്കുന്ന എന്തുവാന്നൊന്നും വലിയ പിടിയൊന്നും ഉള്ള സമയമല്ല. ഞാൻ ഓർത്തു ദൈവം പ്രവാചകന്മാരോടും പാസ്റ്റർമാരോടും ഒക്കെ സംസാരിക്കത്തുള്ളൂ, എന്നോട് അങ്ങനെ എന്നെ സംസാരിക്കുമെന്നുള്ള ഒരു അറിവ് എനിക്കില്ല. അപ്പം എൻ്റെ ഹൃദയത്തിൽ ആ ഒരു ജെന്റിൽ വോയിസ് ഞാൻ കേട്ടു, അതൊക്കെ ഞാൻ ടേക്ക് കെയർ ചെയ്യും, ഞാൻ നോക്കിക്കൊള്ളാം. അപ്പം അങ്ങനെ ഞാൻ ഈ വിവാഹത്തിന് വേണ്ടി സമ്മതിച്ചു. എൻ്റെ ഹസ്ബൻഡും ആ സമയത്ത് പപ്പ മകനോട് പറഞ്ഞപ്പോൾ, പുള്ളിക്കാരൻ അന്ന് SABC പഠിക്കുക. അന്നേരം പുള്ളിയും പ്രാർത്ഥിച്ചു, 3 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവമേ നിന്റെ ഹിതമാണെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, നീ അത് മാറ്റണം. ഞങ്ങളുടെ വിവാഹം 1990 ഡൽഹിയിൽ വെച്ച് നടക്കുവാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചു. അന്നേരം എൻ്റെ ഹസ്ബൻഡ് 4th ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു SABCയിൽ. ഞാൻ എൻ്റെ നഴ്സിംഗ് ജസ്റ്റ് ഫിനിഷ് ചെയ്തു. എൻ്റെ ബോണ്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഞങ്ങൾക്ക് ഒരു 3 ഇയേഴ്സ് ബോണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡൽഹിയിൽ എൻ്റെ ബോണ്ടിൻ്റെ ലാസ്റ്റ് മന്ത്സ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നു. 91 എൻ്റെ ഹസ്ബൻഡ് കംപ്ലീറ്റ് ചെയ്തു, എഡ്യൂക്കേഷൻ, തിയോളജിക്കൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഡൽഹിയിൽ കടന്നു വരുവാനും, അങ്ങനെ അപ്പോഴത്തേന് എൻ്റെ ബോണ്ട് പീരീഡും കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഡൽഹിയിൽ കടന്നു വന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും എൻ്റെ അമ്മയും പുനലൂർ ഒരു സ്ഥലത്ത് നിന്നായിരുന്നു, ഒരു സഭയിലായിരുന്നു. അങ്ങനെയുള്ള പരിചയത്തിൻ്റെ പുറത്ത് ഞാൻ ഇങ്ങനെ ഡൽഹിയിൽ കടന്നു വരുവാൻ ഈ പാസ്റ്റർ KT തോമസ് ഓർ മേരിക്കുട്ടി തോമസ് എന്നറിയപ്പെടുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ മാതാപിതാക്കളുടെ സെയിം ഭവനത്തിലാണ് ഞാൻ ജീവിച്ചത്. അന്ന് എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോഴേ ഞാൻ ഇവിടെ വന്ന് 2-3 മാസം താമസിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സെൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലിലെ അഡ്മിഷൻ ലഭിക്കുകയും എൻ്റെ ലോക്കൽ ഗാർഡിയനായിട്ടിരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറായിരുന്നു. എനിക്ക് വേറെ ആരും ഡൽഹിയിൽ ഇല്ലായിരുന്നു. അവർ മുഖാന്തരം ഞാൻ ഡൽഹിയിൽ കടന്നു വന്നതും ഞാൻ ഇവിടെ താമസിച്ചതും. സോ ലോക്കൽ ഗാർഡിയൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പിതാവായിരുന്നു. അങ്ങനെ ഞാനിപ്പം സംസാരിച്ചതുപോലെ എൻ്റെ മാരേജിന് വേണ്ടി നാട്ടിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഫോൺ വരികയും ഞാൻ അങ്ങനെ പ്രോപ്പർ ലീവ് എടുത്ത് വരാമെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വരികയും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പിതാവ് അല്ലെങ്കിൽ ലോക്കൽ ഗാർഡിയൻ ആയിട്ടുള്ള വ്യക്തി പാസ്റ്റർ KT തോമസ് തന്നെ എൻ്റെ അമ്മയോട് സംസാരിക്കുകയും അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ ഇടയായി. ഞാൻ പപ്പ എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ ലോക്കൽ ഗാർഡിയൻ. ഞാൻ നഴ്സിംഗ്, നമ്മൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മളെ കെയർ ചെയ്യാനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി വേണം, അത് ഒരു ലോക്കൽ ഗാർഡിയനാണ്. അങ്ങനെ എൻ്റെ ലോക്കൽ ഗാർഡിയൻ ആയിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ പിതാവ്. അതുകൊണ്ടാണ് ഞാൻ പപ്പ എന്ന് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തത്. എൻ്റെ പപ്പ ഞാൻ ജസ്റ്റ് നഴ്സിംഗ് പാസ്സായ ഉടനെ മരിച്ചു. ദൈവം പറഞ്ഞതുപോലെ ഞാൻ ഈ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക്, എൻ്റെ ഹസ്ബൻഡ് പഠിക്കുവാണ്,
ഞാൻ എൻ്റെ ബോണ്ട് തീർന്ന് എനിക്ക് ജോലിയില്ല, എൻ്റെ വീടിനെ കുറിച്ചുള്ള ഉത്തരവാദിത്തം എനിക്ക് അന്ന് ഭയങ്കര, കർത്താവെ ഞാൻ ഉദ്ദേശിച്ചതും ഞാൻ ആഗ്രഹിച്ചതുമായ നിന്ന് ഒരു വിപരീതമായ പരിസ്ഥിതിയിലോട്ട്, ഒരു വഴിയിലോട്ട് ദൈവമേ നീ എന്നെ കൊണ്ടുപോകുകയാണല്ലോ. ഞാൻ ഇതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്? ഒരു ഒരു വളരെ ലൈക്ക് 22-23 ഇയേഴ്സ് ഉണ്ടെങ്കിലും അത്രയുള്ള അറിവും അന്ന് ഒരു 40 വർഷത്തിന് മുമ്പ് ഞാനിങ്ങനെ ലോകം കണ്ടുള്ള ഒരു വ്യക്തി അല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ ദൈവസന്നിധി ചോദിക്കും, ദൈവമേ എങ്ങനാ മുന്നോട്ട് പോകേണ്ടത്? അപ്പം ഞാനും 2-3 മാസം എൻ്റെ ഹസ്ബൻഡ് കൂടെ SABCയിൽ താമസിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഫിനിഷ് ചെയ്ത് ഡൽഹിയിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തുവാ തുടങ്ങേണ്ടത്, എങ്ങനെയാ തുടങ്ങേണ്ടത് ഒരറിവില്ല. ചോദിച്ചാല് പപ്പ, എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ KT തോമസിന്റെ മകനാണ്, ഇളയ മകനാണ്, ജോജി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പം എല്ലാവരും എന്തോ കുഴപ്പം, ലൈക്ക് പപ്പായ്ക്ക് ഒത്തിരി ചർച്ചുകളുണ്ട്, ഏതെങ്കിലും ഒരു ചർച്ചിന്റെ പാസ്റ്റർ ആവാം, പല കാര്യങ്ങൾ ചിന്തിച്ച് കാണും. പക്ഷെ പപ്പ അന്ന് ഇങ്ങനെ ഒരു മോനായതുകൊണ്ട് ഒരു ചർച്ചിന്റെ പാസ്റ്റർ ആവാനോ അങ്ങനെ ഒരു കാര്യങ്ങളും പപ്പ ഇനിഷ്യേറ്റീവ് എടുത്തില്ല. പപ്പ നേരത്തെ മകൻ വീട്ടിൽ താമസിച്ചതുപോലെ തന്നെ ഞങ്ങളെ വിവാഹം കഴിഞ്ഞിട്ടും അങ്ങനെ പപ്പയുടെ കൂടെ താമസിക്കുന്നു. എന്തുവാ ആവശ്യം, നിങ്ങൾക്ക് ഏതാണ്ട് ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും. അങ്ങനെ പപ്പ മിനിസ്ട്രിയിൽ വളരെ തൽപരനായിട്ട് വേലയും വേലക്കാരും അങ്ങനെയുള്ള ഒരു രീതി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തെ വളരെയധികം സ്നേഹിക്കുകയും ദൈവത്തിന് വേണ്ടി ബെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പാസ്റ്റർ KT തോമസ്, എൻ്റെ ഹസ്ബൻഡിന്റെ ഫാദർ. അപ്പൊ ഞങ്ങള് വന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ ചേർച്ചോ ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ കിട്ടിയാൽ പോലും ഞാൻ എങ്ങനെ പ്രതികരിക്കും, ഞാൻ എങ്ങനെ ജീവിക്കും എന്നും എനിക്കറിയത്തില്ല. പക്ഷേ പപ്പ എപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ത്യയുടെ വേല ഇന്ത്യയിൽ നിന്ന് തന്നെ അതിനു വേണ്ടി ഫണ്ട് റേസ് ചെയ്ത് ഇന്ത്യയിലെ വേല ചെയ്യണം. അന്നത്തെ കാലത്തൊക്കെ നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമുള്ള സമയമാണ്. അധികം ജനങ്ങളൊന്നും ദൈവത്തിൽ വന്നിട്ടില്ല. അപ്പം പപ്പ ഇങ്ങനെ ഇന്ത്യയിലുള്ള ഫണ്ട് കൊണ്ട് തന്നെ ഇന്ത്യയെ മൊത്തം സുശേഷീകരിക്കണം എന്നുള്ള ഒരു വാല്യൂ വെച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ പപ്പായ്ക്ക് അന്ന് വരുമ്പോൾ ഒരു ഐ തിങ്ക് ഒരു 32 സീറ്റർ ഒരു വാൻ ഉണ്ടായിരുന്നു. അപ്പം അത് സ്കൂളിലും ഓഫീസിലും ഒക്കെ ഓടിച്ച് അങ്ങനെ അതിൽ നിന്നുള്ള ഫണ്ട് റേസ് ചെയ്താണ് പുള്ളി വേലക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, ബൈബിൾ സ്കൂൾ നടത്തുന്നത്. അപ്പം ഈ വീട്ടിൽ തന്നെ ഒരു ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഈ താമസിക്കുന്ന വീടൊരു 3 സ്റ്റോറി ബിൽഡിംഗ് ആയിരുന്നു. അപ്പൊ ഇവിടെ തന്നെ ബൈബിൾ സ്കൂളുണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് പഠിച്ചു വന്ന ഉടനെ പപ്പ ആദ്യം ചെയ്തത് വണ്ടിക്കൂലി ഡ്രൈവറിന് കൊടുക്കുന്ന പൈസയും കൂടി ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നീ ഈ വണ്ടി ഈ സ്കൂളിനും ബാക്കിയുള്ള സമയമൊക്കെ ദൈവവേല ചെയ്താൽ മതി, ഈ വണ്ടി ഇങ്ങനെ അങ്ങനെ ഒരു 2 വർഷക്കാലം എൻ്റെ ഹസ്ബൻഡ് ഇതായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പൊ ബൈബിൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെതായ നമ്മള് എല്ലാവരും ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ബൈബിൾ സ്കൂളിൽ ഇറങ്ങുന്നവർക്ക് വളരെ ഒരു സ്വപ്നമുണ്ട്, അവരുടെ ജീവിതത്തിൽ അത് നിവർത്തിയാകുന്നത്. പപ്പ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും ഞങ്ങളെ ഇത് ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ നെഗറ്റീവായിട്ടല്ല പറയുന്നത്. പപ്പ വാണ്ടഡ് ലൈക്ക് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടും ദൈവദാസന്മാരെ സ്നേഹിക്കുന്നുണ്ടും നമ്മൾക്ക് കുടുംബമായിട്ട് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അതിനെന്ത് ത്യാഗവും ചെയ്യാൻ പപ്പ റെഡിയാ. എങ്ങനെ വേണേലും, മക്കളാന്നേലും ആരാന്നേലും അങ്ങനെ പപ്പ ദൈവത്തെ സ്നേഹിച്ചതും ദൈവത്തെ സേവിച്ചതും. അത് മുഖാന്തരം ഈ ആദ്യത്തെ 2 വർഷം പുള്ളി ഇങ്ങനെ ഈ ബസ് കൊണ്ടുപോയി. പിന്നെ ഈ ഇന്റർവെൽ കിട്ടുന്ന സമയങ്ങളിൽ പുള്ളി ഇരുന്ന് എൻ്റെ ഹസ്ബൻഡ് ഇരുന്ന് വായിക്കുകയും ദൈവവചനം പഠിക്കുകയും, ഈവനിങ്ങിൽ ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങൾ ഒരു വില്ലേജിൽ പോയി ഒരു സൺഡേ സ്കൂൾ നടത്തുമായിരുന്നു. അപ്പം ഇവരുടെ ഫാമിലിയിൽ എല്ലാവരും വളരെ പാട്ടുകാരും അങ്ങനെ ദൈവം വളരെ ഉപയോഗിക്കുന്ന വ്യക്തിയല്ലായിരുന്നു അന്നും. അപ്പം അങ്ങനെ ഞങ്ങള് പിള്ളേരെ ഈവനിങ്ങിൽ പോയി പാട്ടുകൾ പഠിപ്പിക്കുകയും വചനം പറയുകയും ചെയ്തിട്ട് തിരിച്ചു വരും. ആ സമയമായപ്പോഴും എനിക്ക് എയിംസിൽ ഒരു ജോലി കിട്ടി. അങ്ങനെ അഡോക്കിൽ എനിക്ക് ഒരു ജോലി കിട്ടി. ഞാൻ എയിംസിൽ ജോയിൻ ചെയ്തു. സോ
അറ്റ്ലീസ്റ്റ് എനിക്ക് ഇവിടെ ഒരു ജോലി കിട്ടിയെന്നുള്ള ഒരു സന്തോഷം. അപ്പൊ ഞങ്ങളുടെ വിവാഹം നടന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജസ്റ്റ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് എൻ്റെ എൻഗേജ്മെന്റിന്റെ തലേ ദിവസം. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു, സി ഞാൻ വെളിയിലൊന്നും പോകത്തില്ല, എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് നോർത്ത് ഇന്ത്യയില, അത് എവിടാണെന്നൊന്നും എനിക്കറിയത്തില്ല, ചിലപ്പോൾ വല്ല വനത്തിലോ അങ്ങനെയുള്ള സ്ഥലത്താണെങ്കിൽ എൻ്റെ കൂടെ വരാൻ തയ്യാറാവണം. ആൻഡ് അങ്ങനെ എനിക്ക് വലിയ കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയില്ല, പക്ഷേ എൻ്റെ സ്നേഹം എപ്പോഴും ഞാൻ തരും. അങ്ങനെ എന്നോട് ആ വിവാഹത്തിന്റെ തലേ ദിവസവും പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, മൈ ഗോഡ്, എനിക്ക് നോയും പറയാൻ ഒക്കത്തില്ല, യെസ്സും പറയാൻ ഒക്കത്തില്ല. ബട്ട് ഐ സെഡ് യെസ്. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ആ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും വെളിയിൽ പോകാൻ നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ ഉള്ള എൻ്റെ പല ചിന്തകളുടെ മുമ്പിൽ ആ ദിവസം, നിശ്ചയത്തിന്റെ തലേ ദിവസം ഞാൻ യെസ് പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കും, ഈ ശുശ്രൂഷയിലൊക്കെ അങ്ങനെ ഞങ്ങളുടെ ആദ്യ കാലങ്ങളിലുള്ള സന്ദർഭങ്ങളിലൊക്കെ വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഓർക്കും, ഞാൻ യെസ് പറഞ്ഞാന്നല്ലോ, ഇനി എനിക്ക് പിന്മാറാൻ പറ്റത്തില്ല. പിന്നെ അന്ന് 40 വർഷത്തിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ഫാമിലി ലൈഫ് വിട്ടിട്ട് പോകുന്ന കാര്യം ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കാം. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ ഭർത്താവിനോട് പറയും, ഓ ഞാൻ അന്ന് യെസ് പറഞ്ഞോണ്ടാ ഞാൻ ഓടിപ്പോയാതെ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ, അങ്ങനെ ഞങ്ങൾ 2 വർഷം കഴിഞ്ഞു. അപ്പം രണ്ടാമത്തെ 92-ൽ ഞങ്ങളുടെ ആദ്യത്തെ മകൻ ജനിച്ചു. അവൻ്റെ പേര് ബെൻ എന്നാണ്. ഞങ്ങള് അവന് വേണ്ടി ആ പേരിട്ടതും 2 ക്രോണിക്കിൾസ് ദാവീദിന്റെ ആലയത്തിൽ വർഷിപ്പ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളുടെ പേരാണ് ബെൻ എന്ന്. അതുകൊണ്ട് ഞങ്ങള് വളരെ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും അവന് ഒരു വർഷിപ്പ് ലീഡറായി തീരാൻ പ്രാർത്ഥിക്കുകയും അങ്ങനെ ദൈവം തന്ന കുഞ്ഞിനെ ഞങ്ങൾ വളർത്തുവാനും ഇടയായി. അങ്ങനെ ഞാൻ നഴ്സിംഗ് എൻജോയ് ചെയ്ത്, ഞാൻ എയിംസിലായിരുന്നു. ഒരു ഗവൺമെന്റ് ജോലി, എനിക്ക് വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഞാൻ അങ്ങനെ എൻ്റെ ജോലിയിൽ എൻജോയ് ചെയ്തു. എൻ്റെ ഭർത്താവ് എന്തോ എൻജോയ് ചെയ്യുന്നതെന്നൊന്നും എനിക്ക് അന്ന് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ ഒന്നും കഴിയില്ലായിരുന്നു. സോ പപ്പായും മമ്മിയുടെയും കൂടെ ആയിരുന്നു ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോകുവാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഹസ്ബൻഡിന്റെ പിതാവ് പാസ്റ്റർ കെ.ടി. തോമസ് വളരെ ജാഗ്രതയോടും വളരെ അധ്വാനത്തോടും ദൈവത്തെ അന്വേഷിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. വെരി ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. പപ്പ ഈ മിലിറ്ററി ജോലി ചെയ്തത് കൊണ്ട് ഒരു മിലിറ്ററി ഡിസിപ്ലിൻ ആയിരുന്നു. സുശേഷ വേലക്കാരോടും സഹപ്രവർത്തകരോടും ഒക്കെ പപ്പ ഇങ്ങനെ, പപ്പായുടെ റുട്ടീൻ നോക്കിയാൽ എന്നും രാവിലെ എഴുന്നേക്കും, പ്രാർത്ഥിക്കും, പിന്നെ പപ്പയുടെ വാക്കിംഗ് ടൈം, പിന്നെ ഒരു 8 മണി 8:30 ആകുമ്പം പപ്പ റെഡിയാവും ഓഫീസിൽ പോകാൻ. എവറി ഫുഡ് ഹാബിറ്റ്സ് എല്ലാത്തിനും ഒരു റുട്ടീൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ കഴിക്കുന്നതും ഡിസിപ്ലിൻ ആയിട്ടേ കഴിക്കത്തുള്ളായിരുന്നു. അങ്ങനെ വളരെ ദൈവത്തിന് വേണ്ടി ജാഗ്രതയോടെ അധ്വാനിക്കുന്ന ഒരു സമയം. മമ്മി ആണെങ്കിൽ വളരെ ക്വയറ്റായിട്ടൊരു ഒരു വ്യക്തി, പറഞ്ഞ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. മമ്മിയെ പറ്റി പറയുവാണെങ്കിൽ എൻ്റെ മദർ ഇൻ ലോ എന്ന് എനിക്ക് പറയാൻ ഒക്കത്തില്ല. എൻ്റെ മദറിനെക്കാളിലും വളരെയധികം ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതും എല്ലാ പ്രയാസങ്ങളിലും ഒരു നെഗറ്റീവായിട്ട് ഒരു അക്ഷരം പോലും പറയുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതത്തെ നോക്കുമ്പോൾ എൻ്റെ മോഡൽസ്, എൻ്റെ മദർ, എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ ഇൻലോസ് ലൈക്ക് പാസ്റ്റർ കെ.ടി. തോമസ്, മേരിക്കുട്ടി തോമസ്, എൻ്റെ ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും എല്ലാം എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വലിയ മോഡൽസ് ആയിരുന്നു. എനിക്ക് മോഡലിന് വേണ്ടി വേറെ എങ്ങും നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ 92-ൽ ഞങ്ങളുടെ മൂത്ത മോൻ ജനിച്ചു. 93 തൊട്ട് പപ്പായുടെ ഓർഗനൈസേഷനുമായിട്ട് ഒരു വലിയ ഒരു കോൺഫ്ലിക്റ്റ് വരുവാനിടയായി. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു ഫയറി സിറ്റുവേഷൻ ആയിരുന്നു. ഒരു 93 to 95 ഞങ്ങളിങ്ങനെ വളരെ ഒരു തീയിൽ കൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പം അതൊരു ഒരു കോർട്ട് കേസ് വരെ പോയി. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ വിചാരിച്ചു, ദൈവമേ എന്തിനാ നിന്നെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച്,
ഒരു ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നതല്ലായിരുന്നു നല്ലത്. എങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നുമായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ ഹസ്ബൻഡിനോട് എൻ്റെ വാക്കുകളിൽ കൂടി ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം പുള്ളിയെ ഡിസ്കറേജ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അത് വളരെ ഒരു ഫയറി സിറ്റുവേഷൻസ് ആയിരുന്നു എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ. ഇറ്റ് ഈസ് നോട്ട് ഡയറക്റ്റ്ലി ഞങ്ങളെ എഫക്റ്റ് ചെയ്തിട്ടല്ല, പപ്പായെ മമ്മിയെ എഫക്റ്റ് ചെയ്ത് ഞങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുള്ള രീതിയിലായിരുന്നു ഇൻഡയറക്ട്ലി. പക്ഷെങ്കിൽ ആ സംഭവങ്ങൾ കൂടി ഒരു ദിവസം ഞാനിങ്ങനെ, അപ്പം ഞങ്ങളിങ്ങനെ മിനിസ്ട്രി തുടങ്ങിയപ്പം ഞങ്ങൾ ഈ സെൻട്രൽ പ്ലേസിലാണ് താമസിക്കുന്നത്, സൗത്ത് ഡൽഹിയിൽ. അപ്പം എയിംസ്, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, IIT ഒക്കെ ഞങ്ങളുടെ ചുറ്റുപാടും. അപ്പം അവിടെ നിന്ന് വരുന്ന സ്റ്റുഡൻസും ഒക്കെ ഞങ്ങൾ 90-ൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഒരു ഇംഗ്ലീഷ് സർവീസ് ഈവനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം മലയാള സർവീസിൽ പോകുന്ന ഇവിടെ ജനിച്ചു വളർത്തപ്പെട്ട ചില യൗവനക്കാർ, എൻ്റെ ഹസ്ബൻഡിനെക്കാളും 2-3 വയസ്സിനൊക്കെ ഇളയവരും, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഈവനിങ് സർവീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ യൗവനക്കാരെല്ലാം അതിനകത്ത് എൻജോയ് ചെയ്ത് അവർ വർഷിപ്പ് ലീഡ് ചെയ്യുകയും അവരുടെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുകയും, അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് വചനത്തിൽ കൂടി അവരെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വളരെ സന്തോഷകരമായിട്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് 1990 തൊട്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു 93 ആയപ്പോൾ ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെങ്കിൽ ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ ഞാൻ ഇനി ഇതൊന്നും ചെയ്തില്ല. കാരണം അപ്പം ഈ ഹോസ്റ്റലിലൊക്കെ പോവുകയും വിസിറ്റ് ചെയ്യുകയും ഈ പിള്ളേർ ഈവനിങ് സർവീസിന് വരുന്നവരെ കാണുകയും, അന്ന് എനിക്ക് വചനമൊന്നും പറയാൻ അറിയത്തില്ല. എനിക്ക് ഞാൻ അവരെ പോയി കാണണം എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തം. അവരെ പോയി കാണും, അവരോട് ഇച്ചിരി നേരം വർത്താനം പറയും, പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രം ഒരു കൃപ ദൈവം തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് ഒരു ഷോർട്ട് പ്രെയർ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരും. പിന്നെ എല്ലാ ആഴ്ചയിലും ഞാൻ അവരെ ഇങ്ങനെ വിസിറ്റ് ചെയ്യും, പല പിള്ളേരെ. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത് വളരെ പ്രയാസം, എനിക്കിങ്ങനെ പോകാൻ പറ്റത്തില്ല. ഞാൻ ചെല്ലുമ്പോൾ ആൾക്കാർ എന്നോട് ഈ ഇൻസിഡൻസിനെ പറ്റിയൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ എപ്പോഴും പറയുമ്പം നമ്മൾ റൈറ്റ് ആണെങ്കിലും റോങ് ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ നമ്മളെ തന്നെ നീതീകരിച്ച് പറയും. അപ്പം എനിക്കിത് പറയാൻ ഒക്കത്തില്ല, ഞാൻ എന്നെ തന്നെ നീതീകരിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല, ഞാൻ അതുകൊണ്ട് പോകുന്നില്ല എന്നിങ്ങനെ ഓട്ടോയിൽ ഞാൻ ആ ഹോസ്റ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ പറയുക. അപ്പം ദൈവം എന്നോട് പറഞ്ഞ്, നിനക്ക് എനിക്ക് വേണ്ടി ചെയ്യാനുള്ളത് നീ ചെയ്യുക, ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. പിന്നെ ഞാൻ ഇങ്ങനെ ഹോസ്റ്റലിൽ പോവുകയും കുട്ടികളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ തിരിച്ചു വരികയും ചെയ്തുകൊണ്ടിരുന്ന ഈ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഈ 93 to 95 ആ ഒരു ഷോർട്ട് പീരീഡ് ഭയങ്കര ആത്മീയമായിട്ടും എല്ലാം ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഞങ്ങൾ എവിടെയൊക്കെ ദൈവം ഓപ്പർച്യൂണിറ്റീസ് തരണം, അന്നും വളരെ ചർച്ചുകളൊന്നും വലുതായിട്ട് ഡൽഹിയിലൊന്നും ഇല്ല, ചെറിയ ചെറിയ ചർച്ചകളൊക്കെ പിന്നെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും ആൾക്കാരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ദൈവത്തിൽ നിന്നൊരു സമാധാനം ഞങ്ങളിങ്ങനെ പ്രാപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ലോങ് സ്റ്റോറി, ദൈവം 95 ഡിസംബർ 25 ഞങ്ങളുടെ ഇളയ മകൻ ജനിക്കുന്നത്. അപ്പം അവൻ ജനിച്ച് 2 ദിവസം കഴിഞ്ഞപ്പം ഈ കോർട്ട് കേസ് പപ്പായുടെ ഫേവറിൽ വരികയും, അങ്ങനെ ഞങ്ങളുടെ 2ാമത്തെ മകന് ഡാൻ എന്ന് പേരിട്ടു. ഗോഡ് ഈസ് അവർ ജഡ്ജ്, സിമ്പിൾ ഡാൻ. സോ ഗോഡ് ഈസ് അവർ ജഡ്ജ്. ഞങ്ങൾ ഓരോ പ്രാവശ്യം അവനെ പേര് വിളിക്കുമ്പോഴും ഞങ്ങളുടെ ഈ സ്റ്റോറി ഞങ്ങൾക്ക് റിമൈൻഡ് ചെയ്യാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. കർത്താവ് പ്രവർത്തിച്ചു. അത് മുഖാന്തരം ഞങ്ങൾ പിന്നെയും ദൈവത്തിൻ്റെ വേല ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയം വളരെ ഷാറ്റേഡ് ആയിട്ടുള്ളൊരു സമയമായിരുന്നു പപ്പായ്ക്കും മമ്മിക്കും. പക്ഷെങ്കിൽ പപ്പായ്ക്ക് ദൈവം കൊടുത്ത ദർശനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും, മമ്മിയാണെങ്കിലും സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ മാത്രമായിരിക്കും, വേറെ ഒരു സിറ്റുവേഷനെ പറ്റിയും മമ്മി സംസാരിക്കാറില്ല. അപ്പം അങ്ങനെ ഞങ്ങളെ ദൈവത്തിൽ ഞങ്ങളെ വളരാൻ ദൈവം ഇടയാക്കി. ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, അതിനെ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയുവാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 96-ൽ ഞങ്ങൾ ഈ
ഇംഗ്ലീഷ് സർവീസ് മോർണിംഗിലാക്കി. അതുവരെ ഈവനിങ്ങിലായിരുന്നു ഞങ്ങൾ ഇംഗ്ലീഷ് സർവീസ്. പല സ്റ്റുഡൻസും എയിംസിൽ നിന്നും IIT നിന്നും ഒക്കെ വരുമായിരുന്നു. അപ്പോൾ അവരെല്ലാം മോർണിംഗിൽ പല ചർച്ചുകളിലുമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം 96-ൽ ഞങ്ങൾക്ക് ഈ ഈ ബിൽഡിംഗ് റീബിൽഡ് ചെയ്യേണ്ടി വന്നു. അപ്പം ഞങ്ങൾ വേറെ ഒരു സ്ഥലത്ത് റെന്റിന് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ മോർണിംഗ് സർവീസ് തുടങ്ങി. അന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-12 പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ മോർണിംഗ് സർവീസ് ഞങ്ങൾ അവിടെ തുടങ്ങി. ഈ ബിൽഡിംഗ് റീബിൽഡ് ചെയ്യാൻ ഒരു വർഷം എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇവിടെ ഷിഫ്റ്റായി. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന മലയാള സർവീസിന് വേണ്ടി ഒരു 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 ബിൽഡിങ് ഞങ്ങൾ കനോട്ട് പ്ലേസ് എന്ന് പറയും. അവിടെ IPC NRന്റെ പപ്പായുടെ ഓർഗനൈസേഷന്റെ പേരാണ് IPC NR, IPC നോർത്തേൺ റീജിയൻ. അങ്ങനെ അവിടെ ഒരു ബിൽഡിങ്ങും ഹെഡ് ക്വാർട്ടേഴ്സും വരുവാൻ കാരണമായി തീർന്നു. ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായത് അതിൻ്റെ പേരിലായിരുന്നു. പക്ഷെ ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ചു. അതുകൊണ്ട് മലയാള സർവീസ് അവിടോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ഈ വീടിന് ഒരു ബേസ്മെന്റും കൂടെ ബിൽഡേഴ്സ് ഉണ്ടാക്കി തന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ഇംഗ്ലീഷ് ആരാധന തുടങ്ങി. അപ്പം മോർണിംഗിൽ തുടങ്ങി. 97-ൽ ഞങ്ങൾ ഇവിടെ ഷിഫ്റ്റായി. അങ്ങനെ മോർണിംഗ് ആരാധന തുടങ്ങി. അപ്പോഴാണ് ഞാൻ റിയലി ഒരു പാസ്റ്ററൽ കെയറിനെ പറ്റി മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതുവരെയൊക്കെ ഈവനിങ്ങിലും ലൈക്ക് ഞാൻ അവിടെ പോവുകയും വരികയും. അപ്പം എപ്പോഴും നമ്മുടെ വീടും നമ്മുടെ ആരാധനാലയവും കൂടെ ഒരു സ്ഥലത്തായിരിക്കുമ്പം ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് സൺഡേ ആകുമ്പോൾ എല്ലാം റെഡിയാക്കി വെക്കണം. ആൻഡ് പല കാര്യങ്ങൾ, ഹോസ്പിറ്റാലിറ്റി, ഓൾ ദോസ് തിങ്സ്. അതിൻ്റെ കൂടെ ഞാൻ വർക്കും ചെയ്യുക. അപ്പം ഞാൻ എയിംസിൽ നഴ്സായിട്ട് ജോലി ചെയ്യുക. അപ്പം ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റും വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബാറ്റില്ല. ദൈവമേ, എങ്ങനെയാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ബൈ ദ ടൈം ദൈവം എൻ്റെ സിബ്ലിങ്സിനൊക്കെയും വിവാഹം വരികയും അവരെയൊക്കെ സെറ്റിലാവാൻ ദൈവം സഹായിച്ചു. ഞാൻ ഒന്നുമില്ലായ്മയിൽ നമ്മളെ നടത്തുന്ന ഒരു ദൈവമാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അത് രുചിച്ചറിയുവാനും ദൈവത്തിൻ്റെ അത്ഭുതകരം എൻ്റെ ഭവനത്തോടുള്ള ബന്ധത്തിൽ നടക്കുന്നത് കാണാനും ദൈവം സഹായിച്ചു. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പുനലൂരായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടുന്നൊക്കെ പോയി കഴിയുമ്പം ഞങ്ങൾ വട്ടമൺ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ യാത്ര ചെയ്ത് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ആഗ്രഹിച്ചു, ഇതിമേ ഒരു ടൗണിലെങ്ങാണ് ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ദൈവം 98-ൽ ഞങ്ങളുടെ ലോക്കൽ ആ സ്ഥലം വിൽക്കുന്നതിനും. അപ്പം അന്ന് എൻ്റെ സിസ്റ്റർ കല്യാണം കഴിഞ്ഞിട്ട് അവർ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റൽ മിനിസ്ട്രീസിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അവർ തിരുവനന്തപുരത്ത് താമസിക്കുന്ന. അന്നേരം സ്ഥലം വിട്ടിട്ട് അമ്മ അവരുടെ കൂടെ പോയി എവിടെയെങ്കിലും സ്ഥലം നോക്കാം. ഞങ്ങൾ വിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെയൊക്കെ അങ്ങ് വില കൂടി. ഞങ്ങളുടെ തന്നെ പുനലൂർ ടൗണിൽ ഇച്ചിരി റോഡ് സൈഡിലൊക്കെ വന്നപ്പോഴത്തേന് അപ്പം എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ അമ്മ എൻ്റെ സഹോദരിയുടെ കൂടെ അവരുടെ കുടുംബത്തോടു കൂടെ താമസിച്ചു. എൻ്റെ ഇളയ സിസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞു. അവളും ഹസ്ബൻഡും അന്ന് സൗദിക്ക് പോയി. അപ്പോൾ അവൾക്കൊരു കുഞ്ഞുണ്ടായി. ആ മൂത്ത കുഞ്ഞിനെ എൻ്റെ അമ്മ ഇങ്ങനെ നോക്കി. ഇവരെല്ലാം കൂടി ഒരുമിച്ച് താമസിക്കുമായിരുന്നു. അതിന് ദൈവം നോക്കിക്കോളാന്ന് പറഞ്ഞത് കർത്താവ് തീർച്ചയായിട്ടും അത് ചെയ്ത്. കർത്താവ് ആർക്കും ഒരു കടക്കാരനായിട്ട് ഇരിക്കത്തില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങളിങ്ങനെ മിനിസ്ട്രിയിൽ വളരുകയും ചെറുതായിട്ട് ചേർച്ച് വളരാൻ തുടങ്ങി. അന്നേരം ഞാനിങ്ങനെ ദൈവമേ, എന്നെ കൊണ്ട് എന്തോ ഉപയോഗമുണ്ട്. എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, ഞാൻ എന്താ ചെയ്യണ്ടേ? എങ്ങനെ ഞാൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞ്, നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, നിനക്ക് മറ്റുള്ളവരെ കേൾക്കാൻ കഴിയും. പിന്നെ ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് ഹോസ്പിറ്റാലിറ്റി ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. സോ ദെൻ ആ സമയത്ത് ഞാൻ എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതുവരെ ഞാൻ വിചാരിച്ചു എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ബിക്കോസ് ഞാൻ വളരെ ഇൻട്രോവേർട്ടുമായിരുന്നു. എനിക്കിങ്ങനെ ഞാൻ വളരെ സെൻസിറ്റീവായിരുന്നു. ആരെങ്കിലും ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ അതെന്നെ ഒത്തിരി എഫക്റ്റ് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവം ഇങ്ങനെ നിനക്ക് ഇതൊക്കെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 97, 98, 99 ഇങ്ങനെ 2000-ലൊക്കെ ഞങ്ങളൊരു 4 സഹോദരിമാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പേഴ്സിസ്, ഞാൻ,
ഒരു പാസ്റ്റർ ലാജിയുടെ വൈഫ് ലൈക്ക് വത്സ ആൻഡ് ഒരു ജെസ്സി, ഒരു ബിസിനസ് മാൻ്റെ വൈഫായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് എന്നും പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഈ 4 പേരെയും ദൈവം പ്രാർത്ഥനയിലങ്ങ് വളർത്തി, പല പ്രോഫറ്റിക് വേർഡ്സ് ഒക്കെ ദൈവം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തി. അങ്ങനെ ആ വർഷങ്ങൾ പോകുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 93 തൊട്ട് 95 വരെ ഈ കടന്നുപോയ ആ മാനസിക സംഘർഷത്തിൽ നിന്ന് വെളിയിൽ വരാൻ എങ്ങനെ വെളിയിൽ വരുന്നത് എനിക്കറിയത്തില്ല. ഞങ്ങൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സമയം. എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് ഞാൻ എങ്ങനെ ദൈവം എന്നെ അതിൽ നിന്ന് വെളിയിൽ വരുത്താൻ ഇടയായത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു 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 ദൈവദാസൻ ഇവിടെ ഒരു സ്റ്റേഡിയത്തിൽ തൻ്റെ മീറ്റിംഗ് നടത്താനിടയായി. അപ്പോൾ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് സർവീസ് വൈകിട്ടാണ്. അപ്പോൾ അന്നേരം ഒരു ദിവസം മീറ്റിങ്ങിൽ എൻ്റെ ഹസ്ബൻഡ് പകല് പോവുകയും അനുഗ്രഹിക്കപ്പെടുവാനിടയായി. അപ്പോൾ വൈകിട്ടായപ്പം ഞങ്ങളോട്, അന്ന് സൺഡേ വൈകിട്ട് എന്നോടും മമ്മിയോടും പറഞ്ഞ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വിടാം, പിന്നെ ഇംഗ്ലീഷ് സർവീസ് വൈകിട്ടത്തെ എൻ്റെ ഹസ്ബൻഡ് നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മമ്മിയും കൂടെ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ഈ ദേവദാസന്, അന്നൊക്കെ ഞാൻ ഈ ആത്മവിവശരായി വീടുന്നൊക്കെ ഞാൻ വിചാരിച്ച അതൊന്നും ദൈവത്തിൽ നിന്നല്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു പഠിപ്പിക്കലൊക്കെ ഉള്ള സമയം. അപ്പൊ അങ്ങനെ ചെന്നപ്പോൾ ഈ ദേവദാസൻ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് വിളിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, ചിലരെയൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ വരാൻ പറയാം. അങ്ങനെ ഇരുന്നുണ്ടേ ആ ദേവദാസൻ പറഞ്ഞ ആ അമ്മയും മോളും ഇങ്ങി വരാൻ പറഞ്ഞു. ഞാനും മമ്മി അവിടെ ഇരിക്കുക. ഞങ്ങളൊരു 4 റോയുടെ പുറയില്ല, ഒരു സ്റ്റേഡിയം. അപ്പം ഞാൻ പറഞ്ഞു, മമ്മി എനിക്ക് തോന്നുന്നു നമ്മളെയാ വിളിക്കുന്നതെന്ന്. എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് പുള്ളി ഇങ്ങനെ മിനിസ്റ്റർ ചെയ്ത് ആൾക്കാരെ വിളിച്ചുകൊണ്ടും സ്റ്റേജിൽ വെച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും പ്രൊഫസി ചെയ്തുകൊണ്ടും ഇങ്ങനെ അങ്ങ് പോവാ. അപ്പൊ രണ്ടാമതും പുള്ളി വന്നിട്ട് പറഞ്ഞ് ആ അമ്മയും മോളി ഇങ്ങി വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മി അപ്പൊ എൻ്റെ മനസ്സിലുണ്ട്, ഓ ഈ ഞാൻ ശരിക്കും പറഞ്ഞ അവിടെ കാണാൻ പോയതാ, ഞാൻ അവിടെ നിന്ന് ഒന്നും പ്രാപിക്കാനൊന്നും പോയല്ല, നല്ലൊരു മിനിസ്ട്രിയാണെന്ന്. അപ്പൊ ഈ ദൈവത്തിന്റെ ആത്മാവ് സ്പെസിഫിക്കലി ഞങ്ങളെ രണ്ടിനെയും വിളിച്ചപ്പം മൂന്നാമതും വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മി ഞാൻ ചോദിച്ചു ഞങ്ങളെയാണോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു യെസ്. അങ്ങനെ ഞങ്ങളെ സ്റ്റേജിലോട്ട് വിളിച്ചു. സ്റ്റേജിൽ വിളിച്ചിട്ട് പുള്ളി പിന്നെ മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളൊരു 5-6 മിനിറ്റ് അവിടെ നിന്നു. നിന്ന് കഴിഞ്ഞോടനെ പുള്ളി വന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിലുള്ള അപ്പോൾ ഈ ജോലിയൊക്കെ ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പം ഐ എം കംപ്ലീറ്റ്ലി ടയേർഡായിരുന്നു. ന്യൂറോ സർജറിയിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ അപ്പം പുള്ളി എൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻസ് എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, നീ ഒരു പാസ്റ്ററിൻ്റെ വൈഫാണോ? നിന്നെ ഇങ്ങനെ തളർത്തുന്നത് പിശാചിൻ്റെ ഒരു വേലയാണ്. ഇന്ന് ദൈവം നിനക്ക് വിടുതൽ തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും എനിക്ക് എൻ്റെ ശരീരം മൊത്തം ഒരു അപ്പൂപ്പൻ താടി അല്ല വെയ്റ്റ്ലെസ് ആയിട്ട് അങ്ങ് തോന്നിയ എനിക്ക് വീഴാനൊരു പേടി. എന്താന്ന് വെച്ചാൽ ഞാനത് വിശ്വസിക്കുന്നില്ലല്ലോ വീഴുന്ന കാര്യം. അപ്പം എൻ്റെ വോളണ്ടിയേഴ്സ് എന്നെ പുറയിൽ ഇങ്ങനെ പിടിക്കാൻ നിൽക്കുക. ഞാൻ അവിടെ അവിടെ അങ്ങ് ഇരുന്ന്. പക്ഷെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ സന്തോഷം ദൈവം പകർന്നു. അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഒരിക്കലും ആ കടന്നുപോയ പാത ഓർത്ത് വിഷമിക്കുകയോ അത് ഭാരപ്പെടുകയോ. എനിക്ക് ആ ഒരു വിടുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് കടന്നു വന്നപ്പം എനിക്കങ്ങ് സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യ. ഞാനൊരു ഒരു വേറെ വ്യക്തിയായി. അപ്പം എനിക്ക് ആൾക്കാരെ കണ്ട ഒരു ആലിംഗനം ചെയ്യാനും ദൈവത്തിൻ്റെ സന്തോഷം ഇങ്ങനെ പകരുന്ന ഒരു പ്രത്യേക ഒരു അനുഭവം ഞാൻ അനുഭവിച്ചു അവിടെ. സോ ഞാൻ ദൈവത്തിന് നന്ദി അറിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെയുള്ള പാതകളിൽ കൂടെ കടന്നു പോയാലും കർത്താവിനറിയാം എങ്ങനെ നമ്മളെ വെളിയിൽ കൊണ്ടുവരണമെന്ന്. അത് കഴിഞ്ഞും ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും. അന്നത്തെ സമയത്തൊക്കെ ഈ ഗോഡ് ചാനൽ എന്ന് പറഞ്ഞ ഒരു TV ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ പലരും ലൈക്ക് ഞങ്ങൾ കൂടുതൽ സമയം ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഈ 4 സ്ത്രീകളും അത് ഓൺ ചെയ്തിടും. അന്നൊക്കെ ഈ സുവിശേഷം കേൾക്കാനും പാട്ട് കേൾക്കാനും പ്രസംഗം കേൾക്കാനും ഒക്കെ ഉള്ള ആ താല്പര്യങ്ങളുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഒരു കാലിയാവുന്ന സമയത്ത് പോയി ഞങ്ങളുടെ റൂമിലെ TV അങ്ങ് ഓൺ ചെയ്യും. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഓൺ ചെയ്തുകൊണ്ടിരുന്നുണ്ടേ ബില്ലി ഗ്രഹാമിൻ്റെ ഒരു ഓൾഡ് മെസ്സേജാണ്. ആ മെസ്സേജിൽ താനിങ്ങനെ പറയുന്നു, പുതിയ നിയമത്തിൽ 1000-ൽ കൂടെ കൽപ്പനകളുണ്ട്. അത് നമ്മൾ 999 അനുസരിച്ചിട്ട് ഒരെണ്ണം വിട്ടാലും നമ്മൾ എല്ലാം അനുസരിക്കാത്തതിന് തുല്യമാണെന്ന് പുള്ളി പുള്ളിയുടെ ആ ഓൾട്ടർ കോളിൻ്റെ ടൈം ഇത് പറയുകയും പുള്ളി ഓൾട്ടർ കോളിന് ആൾക്കാരെ വിളിക്കുകയും
ഒരു വലിയ TV കൂടെ പുള്ളിയുടെ ഓൾഡ് ഒരു മെസ്സേജ് ആണെങ്കിലും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ആ റൂമിനകത്ത് അങ്ങ് നിറഞ്ഞിട്ട് ദൈവം എന്നെ അങ്ങ് തൊട്ടു. എന്നോട് പറഞ്ഞു, നിനക്ക് മനസ്സിൽ വിഷമമായിട്ട് ആരോടെങ്കിലും അവരെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കാനും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ചിലപ്പോൾ നമ്മളോട് വിഷമമുള്ളവരെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ആ ഞങ്ങളുടെ ആ കടന്നുപോയ ആ പാതകളിൽ നിന്ന് മാനസികമായിട്ട് ദൈവം ഒരു വലിയ വിടുതൽ, ദൈവം അങ്ങനെ എൻ്റെ ഹൃദയത്തെ സ്വതന്ത്രമാക്കി ദൈവത്തെ സ്നേഹിക്കാനും മനുഷ്യരെ സ്നേഹിക്കാനും എൻ്റെ പേഴ്സണാലിറ്റി ഒരു ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി ആയിരുന്നു. എന്നാൽ മനുഷ്യരോട് ഇടപെടാനും സംസാരിക്കാനും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനും ഒക്കെയുള്ള പല കാര്യങ്ങളിൽ ദൈവം എന്നെ ഈ വർഷങ്ങളിൽ ദൈവം പ്രിപ്പയർ ചെയ്തു. അങ്ങനെ 98-ൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു ദിവസം ഇങ്ങനെ എന്നാലും ഈ മിനിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ നമ്മൾ മിനിസ്ട്രിയിൽ ഫേമസ് ആവുന്നതും വലിയൊരു പ്രസംഗം അല്ലെങ്കിൽ വലിയ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ആണല്ലോ നമ്മൾ വിചാരിക്കുന്നത് ദൈവം നമ്മളെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള. അപ്പം ഞാൻ വിചാരിച്ചു ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നുണ്ടോ. ഈ നോർത്ത് ഇന്ത്യയിൽ അന്നത്തെ സമയത്ത് വളരെ ചർച്ചുകളൊന്നും ഇല്ല. ഞങ്ങൾ ഇംഗ്ലീഷ് സർവീസ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആദ്യമായിട്ട് മേ ബി AG ചർച്ചിന് വല്ലതും ഉണ്ടായിരുന്നായിരിക്കും. അങ്ങനെ അപ്പൊ അന്നൊരു വളരെ എന്താ പറയുന്നത് ഒരു മരുഭൂമിയുടെ അവസ്ഥയാണ്. അപ്പൊ അന്ന സമയത്തും അനേക ദൈവദാസന്മാര് പല രാജ്യങ്ങളില് ഇവിടെ വന്ന് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം, അവർ വേറൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ പലരെ കണ്ടുമുട്ടാനിടയായി. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇവർക്കൊക്കെ ദൈവത്തിന് ഒരു നമ്മുടെ രാജ്യത്തെക്കുറിച്ചൊരു ബേർഡൻ ഉണ്ട്, എനിക്ക് അതൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ പക്ഷെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഞങ്ങൾ സഹോദരിമാരിങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അനേകര് എൻ്റെ വല്യമ്മച്ചിയും ഈ നോർത്ത് ഇന്ത്യ എന്തുവാന്ന് അറിയുന്നതിന് മുന്നമേ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവരോട് എനിക്ക് ഇതാ പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. എൻ്റെ വല്യമ്മച്ചിയുടെ പ്രാർത്ഥനയാണ് എന്നെ ഈ ഭവനത്തിൽ പോലും കൊണ്ടുവന്നത്. ഈ നോർത്ത് ഇന്ത്യയിലെ ഒരു അപ്പോസ്തലനായിട്ട് ആദ്യ കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു ഭവനത്തിൽ അവരുടെ കാലുകളെ പിൻഗമിക്കുവാനും അവർ ചെയ്ത ശുശ്രൂഷകളെ കാണുവാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും എന്നെ തെരഞ്ഞെടുത്തതിൻ്റെ ഒറ്റയൊരു കാരണമേ ഉള്ളൂ, പ്രാർത്ഥന. ഇന്ന് എനിക്ക് പ്രായമുള്ളവരോടും വല്യമ്മച്ചിമാരോടും അമ്മമാരോടും പറയാനുള്ളത്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരി കരുതണം, ഈ ലോകത്തിൽ ഒത്തിരി സമ്പാദിക്കണം, അല്ലെ വലിയ എഡ്യൂക്കേഷൻസ് കൊടുക്കണം എന്നെല്ലാം വെച്ച് നമ്മൾ വ്യാകുലപ്പെട്ട് നമ്മുടെ സമയങ്ങളെ നഷ്ടമാക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന കഴിക്കുക. വചനപ്രകാരം എൻ്റെ വല്യമ്മച്ചി വചനം അനുസരിച്ചായിരുന്നു പ്രാർത്ഥിക്കുന്നത്. വചനവും പ്രാർത്ഥനയും ഒരുമിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ദൈവം എന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുവരികയും ഈ ദൈവത്തിൻ്റെ വഴികളെ പിന്തുടരുവാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ മാതാപിതാക്കൾ ദൈവത്തിനു വേണ്ടി ത്യാഗസഹിച്ച് ചെയ്യുന്ന ദൈവവേലകളെ കാണുവാനും യഥാർത്ഥമായ ദൈവത്തിൻ്റെ വേല എങ്ങനെയാണെന്ന് പഠിക്കുവാനും ഒക്കെ ദൈവം അവരിൽ കൂടി, അവരുടെ ജീവിതം എൻ്റെ ജീവിതത്തിന് വളരെ ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. അവരുടെ പ്രാർത്ഥനാ ജീവിതം എൻ്റെ ജീവിതത്തെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തു. എന്നിട്ട് 1998 ഞാനിങ്ങനെ ഐ വാസ് ലൈക്ക് എനിക്ക് ഭയങ്കര എൻ്റെ അകത്ത് കോൺഫ്ലിക്റ്റ്. ഞാൻ എന്തോ ചെയ്യണം. ഞാൻ വിവാഹം ചെയ്ത സമയം തൊട്ട് എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് ജോലി വിട്ടിട്ട് ദൈവത്തെ സേവിക്കേണ്ടി വരും എന്നെങ്കിലും. അങ്ങനെ ഒരു തോന്നലുണ്ട്. പക്ഷെ ഞാൻ അതിനെ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ 98 ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എയിംസിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റാണ്, ഇതിലേത് തിരഞ്ഞെടുക്കണം എന്നുള്ളത്. എനിക്ക് എൻ്റെ കരിയർ ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണോ, അതോ അത് വിട്ടിട്ട് സുശേഷ വേല ചെയ്യണോ, എന്താ ചെയ്യണ്ടേന്നുള്ളത് എൻ്റെ മനസ്സിലൊരു വലിയ കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു അവധി ദിവസത്തിൽ ഞാൻ തീരുമാനിച്ചു, ഞാൻ ആ ദിവസം ഉപവസിച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, നീ രാജാതി രാജാവും നീ ദൈവാതി ദൈവവുമാണെങ്കിൽ എനിക്ക് നിന്നെ വളരെ സന്തോഷത്തോടു കൂടെ നിന്നെ എനിക്ക് സേവിക്കണം.
എനിക്ക് അകത്തൊന്നും പുറത്ത് വേറൊന്നും, അകത്ത് ഞാൻ നീറുകയും പുറത്ത് എല്ലാവരെയും, പാസ്റ്ററിന്റെ വൈഫല്ലേ, ചിരിക്കണം, സ്വാഗതം ചെയ്യണം, അവരെ ശുശ്രൂഷിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് ഇത് പറ്റത്തില്ല കർത്താവേ, എനിക്ക് നീ വലിയ ദൈവമാണ്, നിന്നെ സേവിക്കണം, എനിക്ക് സന്തോഷത്തോടു കൂടെ നിന്നെ സേവിക്കണം. അങ്ങനെ ഞാൻ ആ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ചോദിച്ചു, നീ വിചാരിക്കുന്നത് ആരാ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തി ആരാണ്? അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു അന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് അപ്പം ക്ലിൻ്റൺ ആണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ക്ലിൻ്റനാ. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നിനക്കറിയാമോ, നീ എൻ്റെ ദാസി എന്ന് പറയുന്നത് ഈ പദവിയെക്കാളിലും വലുതാണ് എൻ്റെ മുൻപിൽ. നീ ക്ലിൻ്റനേക്കാളിലും വളരെ, അമേരിക്കൻ പ്രസിഡന്റിനെക്കാളിലും വളരെ ഒരു വ്യക്തിയാണ്, വലിയ വ്യക്തിയാണ് എൻ്റെ മുൻപിൽ. പക്ഷേ ഈ ലോകത്തിൽ നീ എൻ്റെ ഒരു ദാസിയാണ്. അപ്പൊ എൻ്റെ മനസ്സിൽ കർത്താവ് ഇങ്ങനെ ആ റെവലേഷൻ തരുക. ഈ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു ഹൗസ് മെയ്ഡിനെ വെച്ചാൽ നമ്മളെങ്ങനെ, നമ്മളായിരിക്കും അവരുടെ ബോസ്, നമ്മൾ പറയുന്നത് പോലെ ചെയ്യാനാണ് അവരെ അവിടെ വെച്ചിരിക്കുന്നത്, അല്ലെ? കർത്താവിനോട് പറയും, ഞാൻ പറയുന്നത് പോലെ ചെയ്യാനാണ് ഞാൻ ഇവിടെ നിന്നെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ലോകത്തില് നീ എൻ്റെ സെർവൻ്റാ എന്ന് വെച്ചാൽ നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. നിന്റെ വാല്യൂ ഇത്രയും വലുതാണ്. പക്ഷെങ്കിൽ ഈ ലോകത്തിൽ നീ ഒരു സെർവൻ്റാ, ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. എനിക്കതങ്ങ് വളരെ ഒരു എന്താ പറയുന്നത്, ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ആയതുകൊണ്ട് അതൊരു വളരെ പ്രകാശമായിട്ട് എനിക്കതങ്ങ് എനിക്കിപ്പം അത് വാക്കുകളിൽ കൂടി എനിക്കത് പറയാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു വലിയ പ്രകാശം തന്നു. ദൈവം എന്നെ എങ്ങനെ കാണുന്നത് എന്നുള്ളത്. അപ്പൊ എന്നെ മനുഷ്യൻ എങ്ങനെ കാണുന്നത്, അല്ലെങ്കിൽ മിനിസ്ട്രിയെ പറ്റി ആൾക്കാരുടെ ധാരണ, ഇതെല്ലാം ദൈവം അങ്ങ് മാറ്റി. ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ 2 മക്കളെയും ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. അവർക്ക് ഈ പ്രകാശം നീ കൊടുക്കണം. മാതാപിതാക്കള് പറഞ്ഞത് കൊണ്ടല്ല, ഈ പ്രകാശം അവർക്ക് ലഭിക്കണം. ഞാൻ അന്ന് മുതൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളുടെ എൻകറേജിന്, സ്പെഷ്യലി മിനിസ്ട്രി ചെയ്യുന്നവരോട് പറയാനുള്ളത്, അന്ന് മുതൽ ഞാൻ ഇന്ന് വരെയും മനുഷ്യര് ഒരു പാസ്റ്ററിന്റെ വൈഫിനെ എങ്ങനെ കാണുന്നത് എന്നെ ഒരിക്കലും ബോധർ ചെയ്തിട്ടില്ല. എന്നെ ദൈവം എങ്ങനെ കാണുന്നെന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമായിട്ട് വന്ന ഒരു സന്ദർഭം. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ദൈവം എന്നെ എൻ്റെ ഇൻമോസ്റ്റ് ബീങ്ങിനെ ബലപ്പെടുത്തി കർത്താവിൽ ഞാൻ ആരാണെന്ന് കാണുവാൻ വേണ്ടി ദൈവം എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ മിനിസ്ട്രിയിൽ നമ്മളായിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് വലിയ അപ്രീസിയേഷൻസ് ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പം ചിലപ്പം അപ്രീസിയേഷൻസ് പാസ്റ്റർമാർക്ക് കിട്ടും, വൈഫ്മാർക്കൊന്നും അങ്ങനെ വലിയ ആരും അപ്രീസിയേഷൻസ് കൊടുക്കാറില്ല. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ അന്നത്തെ കാലത്ത് എൻ്റെ ഒരു ചുരുങ്ങിയ ശമ്പളം മാത്രമേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ഈ മിനിസ്ട്രി തുടങ്ങിയെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് ഒരു പോളിസി ഉണ്ടായിരുന്നു, ഞാൻ ചർച്ചിൽ നിന്നൊന്നും അങ്ങനെ എടുക്കത്തില്ല. അപ്പോൾ ഒരു ചെറിയ തുക ചർച്ചുകാർ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് നടന്ന് എയിംസിൻ്റെ ക്വാർട്ടേഴ്സിൽ ബൈബിൾ സ്റ്റഡി എടുക്കാം. അന്ന് ചെറിയ തോതിൽ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ചേർച്ച് ഇങ്ങനെ സെൽ ഗ്രൂപ്പ് സിസ്റ്റംസ് തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഞാൻ അവിടെ ബൈബിൾ സ്റ്റഡി എടുക്കാൻ വേണ്ടി കടന്നു പോയപ്പോൾ ഞാനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതൊരു ഭയങ്കര ഒരു ഒരു ഇതാണല്ലോ എൻ്റെ ജീവിതത്തിൽ. ലൈക്ക് ഒരു മനുഷ്യർ പോലും അപ്രീസിയേഷൻ ചെയ്യാനില്ല. ഞാൻ എത്ര ജോലി ചെയ്യണം, പിള്ളേരെ നോക്കണം, പിന്നെ പപ്പായുടെ ഗസ്റ്റ്, എന്നും വീട്ടിൽ ഗസ്റ്റാ, ഇവരെയൊക്കെ നോക്കണം. ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ ഉണ്ടല്ലോ. എന്നിട്ട് ഈ പോയി സെൽ ഗ്രൂപ്പും ചെയ്യണം. അതെങ്ങനാ ഞാൻ ചെയ്യുന്നത്? അങ്ങനെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ട് ചോദിച്ചുകൊണ്ടിരുന്നോണ്ടേ കർത്താവ് എൻ്റെ മനസ്സിൽ ഈ വാക്യത്തെ ഓർമ്മപ്പെടുത്തി, നീ ഈ വാക്യം പരീശനും ടാക്സ് കളക്ടറും കൂടെ പ്രാർത്ഥിക്കാൻ പോകുമ്പം പരീശൻ പ്രാർത്ഥിക്കും, ദൈവമേ, ഞാൻ ഈ വ്യക്തിയെക്കാളും നല്ലതാ, ഞാൻ ടൈറ്റ് തരുന്നുണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറയും. പക്ഷെ ടാക്സ് കളക്ടർ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ, കർത്താവേ, ഞാൻ യോഗ്യനല്ല, നീ എന്നെ അറിയുന്നു, നീ എൻ്റെ കാര്യങ്ങൾ. ആ പുള്ളി അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൊണ്ട് യേശു പറയുന്നുണ്ട്, ഈ പരീശൻ ചിന്തിക്കുന്ന പോലും ഇല്ല ഞാൻ അവനെ പറ്റി എന്താ പറയുന്നതെന്ന്. അപ്പം നമ്മൾ ആ വാക്യത്തിൽ വായിക്കുമ്പോൾ ടാക്സ് കളക്ടറുടെ പ്രാർത്ഥനയാണ് ദൈവം പ്രസാദിച്ചത്. അപ്പൊ എൻ്റെ മനസ്സിൽ ഈ വാക്യം ഓർമ്മ വരും. സഡൻലി എന്നോട് ദൈവം സംസാരിക്കുകയാണ്, ഞാൻ നിന്നെ പറ്റി എന്തോ പറയുന്നതെന്ന് നിനക്ക് ഒരു വിചാരവും ഇല്ല.
പക്ഷെ മറ്റുള്ളവർ നിന്നെപ്പറ്റി എന്താ പറയുന്നതെന്നുള്ള ഒരു ഒരു വിചാരം. ദൈവം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ബർഡൻ എടുത്ത് മാറ്റി. പിന്നെ ഞാൻ ഒരിക്കലും അപ്രീസിയേഷൻ വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്താലും ഞാൻ ഐ നോ വെയർ ടു സ്റ്റാൻഡ്. എന്നോ ദൈവം എന്താ പറയുന്നത് എന്നാ. നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ ശുശ്രൂഷയുടെ മുഖത്ത് നമുക്ക് മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ പല കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാൽ മാർക്കിടുന്നത് ദൈവമാണ്. സോ അത് കഴിഞ്ഞ് ഈ ബേർഡൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറി. അത് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ അങ്ങ് അപ്രീസിയേഷൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ചിലപ്പോൾ പ്രസംഗത്തിൻ്റെ ഇടയിലും ചർച്ചിലും എല്ലാം ഇങ്ങനെ അതിൻ്റെ ഇടയിൽ പുള്ളിയുടെ സ്വയമേ ഇങ്ങ് വരുന്നതാ ദൈവം അങ്ങനെ. അപ്പൊ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ എനിക്ക് ഒരിക്കലും അത് ഫീൽ ചെയ്തിട്ടില്ല. ദൈവം എൻ്റെ ബേർഡൻ മാറ്റിയിട്ട് ഞാൻ എപ്പോഴും ആരും അപ്രീഷിയേറ്റ് ചെയ്യില്ലെന്ന് ഞാൻ വിചാരിക്കും, കർത്താവ് എത്ര മാർക്കായിടുന്നത് അതേ എനിക്ക് കിട്ടും. അല്ലെ, എനിക്ക് മനുഷ്യർ പറയുന്ന അനുസരിച്ച് എനിക്ക് പൊങ്ങാനും താഴാനും എനിക്ക് ഒരു സ്റ്റെഡ് ഫാസ്റ്റ് ആ കാര്യത്തിൽ ദൈവം എന്നെ സഹായിച്ചു. ഇതുപോലെ ഞാൻ റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ബൈബിൾ സ്റ്റഡി എടുക്കാൻ ഞാൻ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ പോകുമായിരുന്നു. സ്റ്റുഡൻസിൻ്റെ മോസ്റ്റ്ലി മലയാളീസ് ഒക്കെ ആയിരിക്കും. പിന്നെ നോർത്ത് ഇന്ത്യൻസും ചില പിള്ളേരൊക്കെ വരും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഞാൻ യാത്ര, അത് കുറച്ച് ദൂരെ. അപ്പം അതിൽ ഞാൻ ഈ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പം ഒരു 3-3:30 ആകുമ്പോൾ ഞാൻ പോവും. പിള്ളേർ ഫ്രീ ആവുന്ന 5 മണിയാകുമ്പോഴത്തേനും അവിടെ എത്താൻ വേണ്ടി. അങ്ങനെ പോയപ്പം ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ പോകുന്നത്. അപ്പം ആ ബസ്സിൽ ഇരുന്നപ്പോൾ അന്നത്തെ ഈ ഡൽഹി ബസ്സിനൊക്കെ എന്തോ ഈ ജനലുകളിൽ ഗ്ലാസ് ഒന്നും കാണത്തില്ല. അപ്പം ഈ ചൂട് കാറ്റ് മുഖത്തോട്ടടിച്ചപ്പോൾ ഞാൻ ഒരു ദിവസം, കർത്താവെ, നീ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പഠിച്ച് വെളിയിൽ പോയി, അവരെല്ലാം ജീവിതത്തിൽ നല്ല, ഞാൻ നിന്നെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഈ ചൂടും സഹിച്ച് ജോലിയും ചെയ്ത് ഞാൻ എത്ര നാളിങ്ങനെ പോകും. അന്നേരം സഡൻലി ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ഈ വാക്യം ഓർമ്മപ്പെടുത്തി, എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ഞാൻ അവർക്ക് കടക്കാരനായിട്ട്. സഡൻലി ദൈവം സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മുടെ അകത്ത് നടക്കുന്നത്. അപ്പൊ എനിക്കങ്ങ് ഒരു ലജ്ജ തോന്നി. ദൈവമേ, ഞാൻ ആരോ ഈ സംസാരിക്കുന്നത്? ആകാശത്തെയും ഭൂമിയെ സകലത്തെ സൃഷ്ടിച്ച ദൈവം എന്നോട് പറയുക, നിന്റെ ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും ഞാൻ കടക്കാരനാണ്. നീ ഇച്ചിരി ചൂടൊക്കെ അടിച്ച് വെളിയിപ്പോൾ ഞാൻ നിനക്ക് കടക്കാരനായിട്ടിരിക്കത്തില്ല. ആ ദിവസം എൻ്റെ ആ ഹൃദയത്തിൽ നിന്ന് ദൈവം ആ ബേർഡൻ മാറ്റി. ഇന്ന് ഞാൻ എന്നെ പറ്റി പറയുകയാണെങ്കിൽ, ദൈവം എന്നെ എത്ര സ്ഥലങ്ങളിൽ പോകാൻ അനുവദിച്ചു. ഇതിനെ ഞാൻ മിനിസ്ട്രിക്ക് വേണ്ടിയൊന്നുമല്ല. ദൈവം എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹം, ചിലയിടത്ത് ഞങ്ങൾ കാണാൻ പോയതായിരിക്കും, ചിലയിടത്ത് ഞങ്ങൾ ആരുടെയും വിവാഹം അറ്റൻഡ് ചെയ്യാൻ പോയതായിരിക്കും, ചിലയിടത്ത് മിനിസ്ട്രി അനുഭവിക്കാൻ പോയതായിരിക്കും, ചിലയിടത്ത് നമ്മൾ ശുശ്രൂഷിച്ചുകൊണ്ട്. എൻ്റെ ഹസ്ബൻഡ് കൂടുതൽ ഈ ലോക്കൽ ചർച്ചിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ IPC നോർത്തേൺ റീജിയൻ്റെ ഉത്തരവാദിത്വങ്ങളും ചെയ്തതുകൊണ്ട് പുള്ളി ഇങ്ങനെ വെളിയിലുള്ള അപ്പോയിൻമെന്റ്സും അങ്ങനെ പോക്ക് വരവുകളും ഒന്നും എടുക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല. പക്ഷേ ദൈവം ഞങ്ങളെ പല സ്ഥലങ്ങളിൽ പോകുവാനും, ദൈവം കടക്കാരനല്ല എന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ വളരെ ദൈവം എന്നെ തണുപ്പിച്ച് അനുഗ്രഹിച്ച അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കലും സ്വപ്നം പോലും കാണാൻ, ഞാൻ എത്ര നഴ്സിംഗ് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയാലും എനിക്ക് പോകാൻ പറ്റാത്ത, എത്ര വെളിയിൽ അധ്വാനിച്ചാലും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ദൈവം എന്നെ ഈസി ആയിട്ട് കൊണ്ടുപോയി. ആ ഒരു വാക്യം, ദൈവം കടക്കാരനല്ല, ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളും റിയാലിറ്റിയാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. സോ അങ്ങനെ ദൈവം ഓരോ കാര്യങ്ങൾ എന്നെ ഒരു 98 തൊട്ട് 2000 വരെ ദൈവം എന്നെ പല സ്വപ്നങ്ങളിൽ കൂടിയും കാര്യങ്ങളിൽ കൂടി ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ഞാൻ വിചാരിക്കുന്ന ദൈവത്തിൻ്റെ വേലയെ സ്നേഹിക്കാനും പൂർണ്ണ സമയം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ, സമർപ്പിക്കാനും വേണ്ടി ദൈവം എന്നോട് പല കാര്യങ്ങൾ. അപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്, ഞാൻ എങ്ങനെയാ ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്.
എനിക്കിങ്ങനെ വലിയ ടാലൻസ് ഇല്ല, മനുഷ്യനോട് ഞാൻ വലിയ ഒത്തിരി വർത്താനം പറയത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി ദൈവത്തിന് എന്താ ഉപയോഗിക്കാനാ? അപ്പൊ ഞാൻ എന്തിനാ എൻ്റെ ജോലി വിട്ടിട്ട് പിന്നെ എന്താവും? ആ ജോലി ഉള്ളപ്പം എൻ്റെ കയ്യിലാണല്ലോ പൈസ കിട്ടുന്നത്. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് ഒരു പോളിസി, ഒരു വാല്യൂ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും എൻ്റെ സാലറി പുള്ളി വാങ്ങിക്കത്തില്ല. പുള്ളി ആണോ നമുക്കുള്ളത് കൊണ്ട് ജീവിച്ചാൽ മതി എന്നുള്ള. സോ അതെനിക്ക് ഒത്തിരി ഫ്രീഡം തന്നു, ഫിനാൻഷ്യൽ ഫ്രീഡം. എൻ്റെ വീട്ടിൽ എനിക്ക് സഹായിക്കാൻ എൻ്റെ മാതാവിനെ, എൻ്റെ സഹോദരങ്ങളെയൊക്കെ അവരുടെ വിവാഹം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവരെ സഹായിക്കാനൊക്കെ ഉള്ള ഒരു ഭയങ്കര ഫ്രീഡം ദൈവം എനിക്ക് തന്നു. സോ ഇന്ന് ഞാൻ ആയിരിക്കുന്നതിൻ്റെ ഒരു കാരണം എൻ്റെ ഹസ്ബൻഡാണ്. ആണോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു, ഞാൻ എന്തോ ചെയ്യുന്നു, എനിക്ക് എത്ര കഴിവുണ്ടോ, ഒരിക്കലും പുള്ളിക്കാരൻ അതൊന്നും നോക്കിയിട്ടില്ല. ആണോ എൻ്റെ ഹസ്ബൻഡ് ഈ നോർത്ത് ഇന്ത്യയിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞാൻ പ്യോർലി കേരളത്തിൽ നിന്ന് വന്നതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഭാഷ പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും എന്നെ അനിതയെന്നല്ലാതെ പുള്ളി ഒരു വേർഡ് പോലും വിളിച്ചിട്ടില്ല. അത് തന്നെയല്ല, എപ്പോഴും എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. സോ ആക്ച്വലി എൻ്റെ അകത്തുള്ള ദൈവം തന്ന ആ ഗുണങ്ങൾ വെളിയിൽ വരാൻ എന്നെ സഹായിച്ച വ്യക്തി എൻ്റെ ഹസ്ബൻഡാണ്. ആണോ ദൈവം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ്. ആണോ എൻ്റെ ഫാമിലി ലൈഫ്. എന്നാൽ ഫാമിലി ലൈഫ് ഞാൻ തുടങ്ങുമ്പം എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ വിചാരിച്ചത് എനിക്കൊരു നല്ല ഹസ്ബൻഡിനെ വേണം, ഒരു ഫ്രണ്ട് ആയിരിക്കണം എൻ്റെ ഹസ്ബൻഡ്, എനിക്കെല്ലാം പറയുന്നത് കേൾക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. എനിക്കിതൊന്ന് പൊതുവെ മെന്നിന് വളരെ ഇഷ്ടമൊന്നുമില്ലല്ലോ ഒത്തിരി പെണ്ണുങ്ങൾ സംസാരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ ഈ മാരേജ് എന്തിനാ നീ ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ എന്തിനാ ഇത്? പെണ്ണുങ്ങൾ അല്ല, നമ്മൾ ചൈൽഡ്ഹുഡ് കേൾക്കുന്ന, ഓ നിങ്ങൾ അടങ്ങി ഒതുങ്ങി ജീവിക്കണം, നീ കല്യാണം കഴിച്ച് പോണ്ടിയതാ. അപ്പം നമ്മളെ ഒരു 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 ഇൻവേർഡ്സ് നല്ലതാ ആഗ്രഹിക്കുന്നെങ്കിലും നമ്മൾ ആ വാക്കുകൾ നമ്മളെ ഒരു സപ്രസ് ചെയ്യുന്ന വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത് പൊതുവെ. അപ്പം ഞാനൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ എൻ്റെ ജീവിതത്തിൽ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചു. ഞങ്ങളിങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വർത്താനം പറയാൻ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നു. ഞാൻ വിചാരിക്കും എൻ്റെ ഹസ്ബൻഡ് തുടങ്ങട്ടെ, പുള്ളി വിചാരിക്കും ഞാൻ പറയട്ടെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരുന്ന് ഞാൻ ദൈവത്തോട് പോയി പറഞ്ഞു, കർത്താവേ എന്തുവായിരുന്നു, ഞാൻ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വലിയ സ്നേഹത്തിന് വേണ്ടിയാണ് വിവാഹം കഴിച്ചത്. ഞാൻ അങ്ങനെ ആരോടും ക്ലോസ് അല്ലായിരുന്നു. ഈവൻ ഫ്രണ്ട്സ്, ഐ ഹാഡ് ഗുഡ് ഫ്രണ്ട്സ് ബട്ട് നോട്ട് സോ ക്ലോസ്. എന്നെ ഉള്ളതുപോലെ പറയാൻ ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചത് എൻ്റെ ഹസ്ബൻഡിനോടായിരുന്നു. അപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വിപരീതം. അപ്പം ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ പറഞ്ഞു, കർത്താവേ എനിക്ക് നിന്റെ സ്നേഹത്തെ ഒന്ന് അനുഭവിക്കണം. അത് ഇതുപോലെ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന ഉടനെ ഒരു ദിവസം ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് നിന്റെ സ്നേഹം എനിക്ക് യാഥാർത്ഥ്യമായിട്ടൊന്ന് അനുഭവിക്കണം. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം റോമാലേഖനം 5:5 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം ഒഴുക്കി തന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ദൈവ സ്നേഹത്തെ എനിക്ക് ദൈവം അനുഭവിക്കുവാൻ ഇടയാക്കി തീർത്തു. അത് ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ എനിക്ക് അങ്ങോട്ട് സ്നേഹം പകരുവാനേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്നേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനുഷ്യർ എസ്പെഷ്യലി പുരുഷന്മാർ വലിയ എക്സ്പ്രസീവ് ഒന്നും ആയിരിക്കത്തില്ല. അപ്പം ഞാനിങ്ങനെ സ്നേഹത്തിന് വേണ്ടി ദൈവം എൻ്റെ സ്നേഹത്തിൽ എന്നെ നിറച്ചപ്പോൾ ഞാൻ എനിക്ക് മറ്റുള്ളവർ ഭർത്താവിനോട് മാത്രമല്ല, ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ ഒഴുകാൻ തുടങ്ങി. അത് ഞാൻ അനുഭവിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുടുംബജീവിതത്തെ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒത്തിരി ഫാമിലി സെമിനാഴ്സും അങ്ങനെ ദേവദാസന്മാരുടെ കൂടെയും, പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡും വചനത്തെ പഠിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നത് കൊണ്ടും അങ്ങനെ ഞങ്ങൾ ദൈവവചനത്തിൽ കൂടി ദൈവസ്നേഹത്തെയും ഫാമിലി ലൈഫിനെ പറ്റിയും അങ്ങനെ അനേക ദൈവദാസന്മാരിൽ നിന്ന്, ഈ പ്രത്യേകിച്ച് ഫാമിലി ലൈഫ് സെമിനാർസ് എടുക്കുന്നവരിൽ നിന്ന് ഇത് കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തത് കൊണ്ട് ദൈവം ഞങ്ങളുടെ ഫാമിലി ലൈഫിനെ ദൈവത്തിൽ വളരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു.
ഈ സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ ഓർത്തെ, എൻ്റെ ഹസ്ബൻഡ് ഏതോ ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്ക് വേണ്ടി പോയിരുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഉറങ്ങിക്കൊണ്ട് കിടന്ന സമയത്ത് എനിക്ക് തോന്നി ദൈവം എൻ്റെ മനസ്സിൽ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഒത്തിരി സ്നേഹത്തെ പകരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച ദൈവമേ, ഇത്ര 7-8 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്ക് പുള്ളിയോട് സ്നേഹം ഇല്ലായിരുന്നു. ഇപ്പൊ ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക രീതിയിൽ ഒരു ഒരു കുറവിനെയും എന്നെ ചൂണ്ടിക്കാണിക്കാതെ ജസ്റ്റ് സ്നേഹിക്കാൻ വേണ്ടിയുള്ള ഒരു സ്നേഹം. അപ്പൊ അതെന്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇട്ടതിൽ പിന്നെ എനിക്ക് അതിനു മുമ്പ് ഞാൻ വിചാരിക്കും ഞാനും ജോലി ചെയ്യ എന്നെ ഒരു എക്സാമ്പിൾ ലൈക്ക് ഞാനിങ്ങനെ തുണിയൊക്കെ നനച്ചിട്ട് വെളിയിലിടും. അപ്പം എനിക്ക് 2 പിള്ളേരുണ്ട്. ചിലപ്പോൾ മിക്കവാറും ഗസ്റ്റ് കാണും. ഓഫ് കോഴ്സ് ഒരു ഹെൽപ്പ് ചെയ്യാൻ ഒരു ബോയ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. പിന്നെ പപ്പ മമ്മി അങ്ങനെയെല്ലാം. ചിലപ്പോൾ ഞാൻ തുണി നനച്ചിട്ട് ഷിഫ്റ്റ് ഡ്യൂട്ടീസ്, അപ്പൊ തുണിയൊക്കെ നനച്ചിട്ടിട്ട് ഞാൻ എളുപ്പം അത് ഉണങ്ങുമ്പോൾ എടുത്ത് കട്ടിൽ കൊണ്ടിടും. എന്നിട്ട് ഞാൻ കിച്ചണിൽ ഓടി പോവായിരിക്കും. ഗ്യാസിൽ എന്തെങ്കിലും വെച്ചിട്ടാ ഞാൻ ഇതിന് പോകുന്നത്. അപ്പം പപ്പ ഒരു മിലിറ്ററി ഡിസിപ്ലിൻ ആയതുകൊണ്ട് മക്കളെല്ലാവരും വളരെ നീറ്റ് ക്ലീൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന് ഒരിക്കലും കട്ടിലേലോ റൂമിൽ ഇങ്ങനെ തുണിയൊന്നും കിടക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ ഈ ദൈവത്തിന്റെ സ്നേഹം പാർന്നു കഴിഞ്ഞ പിന്നെ ഉണ്ടല്ലോ. അപ്പൊ ആദ്യം അതിന് മുന്നേ ഞാൻ വിചാരിക്കും, എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് മടക്കി വെക്കാമല്ലോ, ഞാൻ ഇത്രയും ജോലി ചെയ്യുന്ന കാണുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഈ ദൈവ സ്നേഹം എൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞ പിന്നെ ഞാൻ എളുപ്പം അതൊക്കെ മടക്കി വെച്ച് പുള്ളി എന്താ ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവും ഒരു സ്നേഹവും ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നു. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഇതുപോലെ ഇങ്ങനെ ഞങ്ങളുടെ ആരാധന നടക്കുന്ന ബേസ്മെന്റിലാണ്. രാവിലെ മിക്കവാറും പുള്ളി ഇങ്ങനെ തന്നെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം പുള്ളിക്ക് തോന്നി ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം ദൈവം പുള്ളിയുടെ തലയിൽ കൂടെ ഒഴിക്കുന്നു. അപ്പം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി വിചാരിച്ച് ലിറ്ററലി ആ വെള്ളമാണ്. അത് കഴിഞ്ഞ് നോക്കിയപ്പം അതിൽ ഞാൻ നനഞ്ഞിട്ടൊന്നുമില്ല. ആ സമയം കഴിഞ്ഞപ്പം എന്നെ പ്രതി ദൈവം ഒരു വലിയ സ്നേഹം പുള്ളിയുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്തു. അപ്പോൾ പുള്ളിയും തിരിച്ചറിഞ്ഞു, ഓ ഇതുവരെ എന്തോ സ്നേഹമായിരുന്നു, ഇത് ഒരു പ്രത്യേക ദൈവത്തിന്റെ സ്നേഹം. അപ്പൊ എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകരുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് പോലെയും അല്ലായിരിക്കും. അങ്ങനെ പല പ്രാവശ്യം ഈ ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഒരു സമയം എൻ്റെ ബ്രദറ് പിന്മാറ്റത്തിൽ പോയി. അപ്പൊ അവനൊരു വലിയൊരു പിന്മാറ്റ അവസ്ഥയിൽ ഞങ്ങൾക്ക് അത് ഒട്ടും എടുക്കാൻ, അമ്മയ്ക്കും എൻ്റെ സഹോദരന്മാർക്കും ഒന്നും ഒട്ടും അത് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് ഒട്ടും എടുക്കാൻ പറ്റത്തില്ല. ഞാൻ കർത്താവേ, ഞാൻ നിന്നെ സേവിക്കുമ്പോൾ ഞങ്ങള് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുമ്പോൾ എൻ്റെ സ്വന്തം ബ്രദറിന് ഒരു അനുഗ്രഹമായി തീരാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരാധനയിൽ ഇങ്ങനെ ഞാൻ എല്ലാവരും പാട്ടുപാടിയും വർഷിപ്പൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം സഡൻലി ദൈവത്തിന്റെ ആത്മാവ് പിന്നെ എന്നോട് പറഞ്ഞു, നിനക്ക് എനിക്ക് വേണ്ടി എന്താ ചെയ്യാനുള്ളത് നീ അത് ചെയ്യും, ഞാൻ ഇത് ടേക്ക് കെയർ ചെയ്യും. അതുപോലെ ആ സമയത്ത് ഇങ്ങനെ ഞാൻ ദൈവത്തിന് വേണ്ടിയുള്ള സ്നേഹത്തിന്റെ പാട്ടുകൾ, ഇംഗ്ലീഷിൽ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ ഓരോ പാട്ടുകളും പാടിക്കൊണ്ടിരുന്നുണ്ടേ കർത്താവ് എന്നോട് ചോദിച്ചു, അനിത നീ എന്നെ റിയലി സ്നേഹിക്കുന്നുണ്ടോ? അപ്പം ദൈവം നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ദൈവത്തിന്റെ പ്രകാശം വരുമ്പം എല്ലാ തെറ്റുകളും എല്ലാ ഡാർക്ക്നെസ്സും നമുക്കത് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആക്ച്വലി നിന്നെക്കാളും കൂടുതൽ നിന്റെ അനുഗ്രഹത്തെയാ സ്നേഹിക്കുന്നത്. ഞാൻ അങ്ങനെ തുറന്ന് ദൈവത്തോട് പറഞ്ഞു. അന്നേരം കർത്താവ് എന്നോട് ചോദിച്ചു, നിനക്കറിയാമോ ഞാൻ നിന്നെ എങ്ങനെയാ സ്നേഹിച്ചത്? ഞാൻ എൻ്റെ ജീവനെ തന്നാ സ്നേഹിച്ചതെന്ന് പറഞ്ഞു. സോ ദെൻ ഞാൻ കർത്താവെ, എനിക്കും അങ്ങനെ തിരിച്ച് അങ്ങേ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പറ്റത്തില്ല. പക്ഷെ നീ എന്നെ സഹായിക്കുമെങ്കിൽ ഞാൻ അങ്ങനെ നിന്നെ സ്നേഹിക്കാം എന്ന് ഞാൻ കർത്താവിനോട് പറയുകയും അങ്ങനെ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും, കർത്താവ് എന്നെ അങ്ങനെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആയിരിക്കുമ്പോൾ കർത്താവ് എന്നോട് ഇങ്ങനെ ഓക്കെ ഞാൻ എന്നെ സമർപ്പിച്ചത്. ആദ്യം കർത്താവ് എൻ്റെ മനസ്സിലിട്ടത്
എൻ്റെ ജോലി റിസൈൻ ചെയ്യണം. എനിക്കറിയത്തില്ല അതിനെപ്പറ്റി എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണമെന്ന്. കർത്താവിനെ സ്നേഹിക്കണമെന്ന് വെച്ചപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവം എന്നിൽ നിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെ ഞാൻ ജോലിയുടെ കാര്യം, ആദ്യം ജോലി ദൈവം എന്നിൽ നിന്ന് മാറ്റി. ഞാൻ അങ്ങനെ എടുക്കാൻ കാരണം ഇങ്ങനെ ഇത് എനിക്ക് തോന്നി ഇതൊരു 98, 99 അപ്പൊ ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ 2000 99 ഒക്കെ. അപ്പം ഞാനിങ്ങനെ ദൈവം ഒരു ദിവസം എൻ്റെ ഹൃദയത്തിലിട്ടു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, അയ്യോ ഞാൻ വിശ്വാസത്താലല്ല, എൻ്റെ സാലറി കിട്ടുന്ന അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കും ഒരു സൺഡേ 2000 ഒരു ദൈവത്തിൻ്റെ ഒരു ടീം ഞങ്ങളുടെ ചർച്ചിൽ കടന്നു വന്നു. അപ്പം അത് ആദ്യം 2 ഡോക്ടേഴ്സ് ആയിരുന്നു. അവർ സുവിശേഷ വേലയിലായിരുന്നു. അവർക്ക് വേണ്ടി സമയം കൊടുത്തു. പിന്നെ ആൻറ്റിക്ക് വേണ്ടി കൊടുക്കാൻ സമയമില്ലായിരുന്നു. എന്നിട്ടും ആ മീറ്റിംഗ് തീർന്ന ഉടനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ആൻറ്റിക്ക് എൻകറേജ്മെൻറ്റിന് വേണ്ടി സഭയുടെ എൻകറേജ്മെൻറ്റിന് വേണ്ടി എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറയുകയും അപ്പൊ അതിനു മുമ്പിൽ ഈ 2 വാക്യമാണ് എന്നെ ഹൃദയത്തിൽ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. രണ്ടാമത്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അപ്പൊ ഞാൻ നോക്കി, എനിക്ക് അനുസരണമുണ്ടോ? കർത്താവ് എന്നോട് ഈ ജോലി റിസൈൻ ചെയ്യാൻ പറഞ്ഞത് എനിക്ക് വലിയ പാടാ. അപ്പം ഈ 2000 ദൈവം എന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ, എനിക്ക് അനുസരിക്കണം, എനിക്ക് വിശ്വാസത്താൽ ജീവിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ജോലി റിസൈൻ ചെയ്ത് എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും? അവരിവിടെ നല്ലൊരു സ്കൂളിലാണ് പഠിക്കുന്നത്, ഇനി ഫീസൊക്കെ എങ്ങനെ കൊടുക്കും? അപ്പം അങ്ങനെ ഞാൻ ചിന്തിച്ച്, അപ്പൊ ആ സമയത്ത് ദൈവം പറഞ്ഞ്, ഈ പിള്ളേരെ ഒരു പബ്ലിക് സ്കൂളിൽ വിട്ടാലും ആരെങ്കിലും നിന്നെ സഹായിക്കും അവരെ പഠിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ പഠിപ്പിക്കാൻ പറഞ്ഞാൽ ട്യൂഷൻസോ അങ്ങനെ എങ്ങനെയെങ്കിലും. അപ്പം ഞാൻ അന്നേരം ഇങ്ങനെ ദൈവം എന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആ സമയങ്ങളിലൊക്കെ, കർത്താവെ നീ എന്നെ ഉപയോഗിക്കണമേ എന്ന്. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണുവാണ്. കർത്താവ് എന്നെ ഒരാൾ ഒരു ഒരു ബ്യൂട്ടിഫുൾ സ്ഥലത്ത് ഒരാൾ എന്നെ കൊണ്ടുപോവുക. അങ്ങനെ പോയി ദൂരെ നിന്ന് പറഞ്ഞ്, ഇത് നിന്റെ വീടാ, നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വീടാ. അപ്പൊ ദൂരെ കണ്ടപ്പോ നല്ല ഒരു മനോഹരമായ വീട്. ഞാൻ അടുത്തടുത്ത് ചെന്നപ്പോൾ അതിനകത്ത് ഭിത്തിയിൽ കുറച്ച് കല്ലുകളില്ല, പിന്നെ ഈ ഈ ഈ പില്ലേഴ്സിൽ കുറച്ച് സ്റ്റോൺസ് ഇല്ല. അപ്പൊ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, ഇതെന്താ എൻ്റെ വീട്, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഇതൊക്കെ എന്താ ഇങ്ങനെ കംപ്ലീറ്റ് അല്ലാത്ത ഒരു ഭവനം? അപ്പം ആ വ്യക്തി എന്നോട് പറഞ്ഞ്, ഇതെല്ലാം നീ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ദൈവം തന്ന ഓപ്പർച്യൂണിറ്റീസിനെ നീ മിസ് ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉറക്കത്തില്ല. അപ്പം ആ ആള് തന്നെ എന്നോട് പറയുക, എൻ്റെ റുട്ടീനിൽ നടക്കുന്ന സംഭവം. അപ്പം ഞാൻ ന്യൂറോ സർജറിയിൽ വർക്ക് ചെയ്യുക. 2 o'clock ആകുമ്പോൾ ഞാൻ ഫ്രീ ആവും. വീട്ടിൽ വന്ന് ലഞ്ച് കഴിച്ചിട്ട് അല്പസമയം വിശ്രമിക്കുന്ന സമയത്ത് ഒരു 3-4 അവർ ഭിക്ഷക്കാരല്ല, പക്ഷെ അവർക്ക് ഇച്ചിരി പൈസ വേണം, അവർക്ക് എന്തെങ്കിലും കുടിക്കാനോ അങ്ങനെയൊക്കെ ആയിരിക്കും. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നത്. അവർ വീട്ടിൽ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ഉച്ചയ്ക്ക് ഒരു 3-3:30 ആകുമ്പോൾ ഞാൻ ഒന്ന് കിടക്കാൻ തുടങ്ങുമ്പോൾ ഇവർ വരും. എന്നിട്ട് ബെല്ലടിക്കും. അപ്പം ഞാനും മമ്മിയോ ഉള്ളെങ്കിൽ എനിക്ക് എഴുന്നേറ്റ് പോയി അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. അവർ കൊടുക്കാതെ പോകത്തുമില്ല. അപ്പം ഞാൻ എപ്പോഴും അത് അവർക്ക് കൊടുക്കും. പക്ഷേ ഞാൻ എപ്പോഴും കൊടുക്കുന്നതിൻ്റെ കാരണം ഞാൻ എപ്പോഴും ഓർക്കും, അബ്രഹാം അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ച്, ആർക്കറിയാം ദൈവമല്ല ദൈവദൂതന്മാരെ അയക്കുന്നതാണോ? അതായത് ഞാൻ എൻ്റെ ആ ഉറക്കത്തിൽ തന്നെ എന്തെങ്കിലും എടുത്തിട്ട് അവിടെ പോയി ഡോർ തുറന്ന് അവർക്ക് കൊടുത്തിട്ട് അതുപോലെ കഥ അടച്ചിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പം ഈ ഉറക്കത്തിൽ ഈ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പം ആ ആൾ എന്നോട് പറയാ, ചില ദിവസം നിനക്ക് ഈ വരുന്നവരെ സന്തോഷത്തോടെ അവർക്ക് എന്തെങ്കിലും കൊടുക്കാനായിരിക്കും, അവരെ അനുഗ്രഹിച്ച് കൊടുക്കാനായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്. ചില ദിവസം നിനക്ക് കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുക്കാനുള്ള ദിവസമായിരിക്കും. അങ്ങനെ അദ്ദേഹത്തിന് കർത്താവിന് നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് 10-20 വർഷം കഴിയുമ്പോൾ. പക്ഷേ ഓരോ ദിവസവും നിനക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അത് ദൈവം നമ്മുടെ ഓരോ ദിവസത്തെക്കുറിച്ച് സ്വർഗത്തിലെ ബുക്കിൽ എഴുതിയിരിക്കുന്നു എന്ന സങ്കീർത്തനം 139 പറയുന്ന പോലെ ആളെനിക്ക് വ്യക്തമാക്കി തന്നു, നിനക്ക് ഓരോ ദിവസത്തെ അസൈൻമെന്റ്സ്. ഞാൻ എപ്പോഴും ദൈവമേ നീ എന്നെ ഉപയോഗിക്കണേ. അപ്പം എന്തുവാ,
നമുക്ക് ഒരു മനസ്സിൽ നമ്മൾ കണ്ടും കേട്ടതും ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ദൈവം ഉപയോഗിക്കുന്നതെന്നൊരു പിക്ചർ നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. ചിലപ്പോൾ അതൊക്കെ വെച്ചായിരിക്കും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ദൈവം എനിക്ക് അന്ന് മനസ്സിലാക്കി തന്നു, നിനക്ക് ഓരോ ദിവസം ഒരു അപ്പോയിൻമെന്റ് ഉണ്ട്, നീ അത് ചെയ്യുക. അപ്പൊ അതാ ഞാൻ മിസ് ചെയ്തത്. അതാ എൻ്റെ ഈ വീടിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടികകളൊന്നും ഇല്ലാത്തത് എന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ ദൈവമേ എന്നെ ഉപയോഗിക്കണേ ഉപയോഗിക്കണേ എന്ന് ഞാൻ എവറി ഡേ ദൈവം തരുന്ന ഓരോ സാഹചര്യങ്ങളും ദൈവത്തിന് വേണ്ടി എത്രമാത്രം എനിക്ക് പ്രയോജനപ്പെടാൻ പറ്റും ആണോ ആ രീതിയിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ജീവിതത്തെയും മാറ്റുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ 2001 മാർച്ചിൽ റിസൈൻ ചെയ്തു. ഇന്ന് ഓൾമോസ്റ്റ് 25 ഇയേഴ്സായി കർത്താവിൻ്റെ വേലയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ദൈവത്തിൻ്റെ വേല ചെയ്യുവാനും, അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും. ഞങ്ങളുടെ വീട് ഒരു ഓപ്പൺ ഹൗസ് ആയിരുന്നുകൊണ്ട് എപ്പോഴും എന്നും ഗസ്റ്റും, ഞങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി ഒരു പ്രത്യേക റൂം, ഒരു പ്രൈവസി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡും സഹോദരങ്ങളും അങ്ങനെ തന്നെയാണ് വളർന്നത്. അപ്പം ഞങ്ങളുടെ വീട് അങ്ങനത്തെ ഒരു ഓപ്പൺ ഹൗസ് ആയിരുന്നു. അപ്പം ഞങ്ങളുടെ പിള്ളേരും ഒരിക്കലും അവർ കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. കാരണം 2 ബോയ്സ് ആയിരുന്നെങ്കിലും അവരെയും ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിലും ഭയത്തിലും അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും ഭയവും ദൈവം ഇടുവാൻ കാരണമായി തീർന്നു. കാരണം ഞങ്ങൾ പർപ്പസ്ഫുള്ളി ചെയ്തില്ലെങ്കിലും കർത്താവ് അവരുടെ ഹൃദയത്തിലും വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു പല സ്വപ്നങ്ങളിൽ കൂടി വേറൊരു സ്വപ്നം ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവം എന്നെ കാണിച്ചത്, എന്നെ ഒരാളിങ്ങനെ നടത്തിക്കൊണ്ട് പോവുക. അപ്പൊ എൻ്റെ മുൻപിൽ ഒരു വലിയ വാൾ ലൈക്കിനോ ഒരു അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഗേറ്റ്. അപ്പം അത് എനിക്ക് കാണാൻ, ആ ഗേറ്റ് തുറന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയ ജനസമൂഹം അവിടെ ഇരിക്കുന്നു. അപ്പൊ കർത്താവ് കൊണ്ടുപോയ ആൾ എന്നോട് പറഞ്ഞു, നിനക്ക് ഇവിടെ ശുശ്രൂഷിക്കാനുള്ള എന്ന് പറയുകയും എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്തോ എടുത്തോണ്ടങ്ങ് പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാൻ ഉറക്കത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ദൈവമേ, ഇവിടെ മിനിസ്റ്റർ ചെയ്തില്ലേലും വേണ്ടില്ല, ആ പോയ എന്തോ അതെനിക്കിങ്ങനെ തിരിച്ച് കിട്ടണം. അങ്ങനെ ഞാൻ ഉറക്കത്തെ ചിന്തിച്ചു കഴിഞ്ഞപ്പം ആളതിങ്ങനെ തിരിച്ച് എൻ്റെ ഹൃദയത്തിൽ വന്നു. അന്ന് തൊട്ട് ഞാൻ വിചാരിക്കും, ദൈവമേ, ആണോ എന്തോ ഞാൻ മിസ് ചെയ്യുന്നത്, ഞാൻ എന്താ അങ്ങേക്കാട്ടിലും കൂടുതൽ സ്നേഹിക്കുന്നത് എന്താണ്? ഞാൻ എൻ്റെ ഭർത്താവിനെയാണോ? നീ എന്താ ചോദിക്കുന്നത്? എൻ്റെ കുഞ്ഞുങ്ങളെയാണോ എൻ്റെ ഭർത്താവിനെയാണോ? എന്തുവാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ ഒരു 7-8 മാസം ഇങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് ദിവസം ഇരിക്കുമ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ ഒരു വലിയ ആഗ്രഹം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, പാസ്റ്റർ TJ സാമുവൽ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി കടന്നു വന്നു. അപ്പം യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളും എന്നുള്ള സബ്ജക്റ്റ് ആയിരുന്നു. ഒരു 3-4 ദിവസം പാസ്റ്റർ ഇങ്ങനെ ഓരോരോ ഏരിയയിൽ ഇങ്ങനെ പഠിപ്പിച്ച്, അങ്ങനെ ഞങ്ങളുടെ ഏരിയയിൽ വന്നപ്പോൾ ഞാൻ 3-4 ദിവസം അവധി എടുത്ത് അവിടെ പോയി ദൈവത്തിന്. അപ്പം അന്ന് ലാസ്റ്റ് ടൈം വരെ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ അവസാനത്തെ ഓൾട്ടർ കോൾ പ്രേയറിന് വിളിച്ച ഉടനെ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മനസ്സിൽ പറഞ്ഞു, നിന്റെ സെൽഫാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ സ്വയത്തെ അത്രയും എന്താ സ്നേഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി. ഞങ്ങൾ 97 ഞങ്ങളുടെ കൂടെ കുറെ തിയോളജി ചെയ്ത പിള്ളേരൊക്കെ ഞങ്ങളെ ശുശ്രൂഷയിലൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു 96. അപ്പം ഒരു ദിവസം പെട്ടെന്ന് ദൈവം എന്നെ ഒരു പ്രോഫിറ്റിക് ഗിഫ്റ്റ്സ് കൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രോഫസി ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവർ ബൈബിൾ കോളേജിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് അവരെന്നോട് ചോദിക്കായിരുന്നു, അമ്മമ്മ എങ്ങനെയാ ഇത് പറയുന്നത്? ആൻഡ് സം ഓഫ് ദി തിങ്സ് ലൈക്ക് സം പ്രോഫിറ്റ്സ് മെയ്ഡ്, അവർ മിസ്റ്റേക്ക് ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയും ചോദിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, കർത്താവ്, ഞാൻ പ്രോഫസി ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് അങ്ങനെ നാണം കെടാൻ വയ്യ മനുഷ്യരുടെ മുമ്പിൽ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പ്രോഫിറ്റിക് ഗിഫ്റ്റ്സ് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ എൻ്റെ മനസ്സിൽ ഇതേ തോന്നി, നിനക്ക് എനിക്ക് വേണ്ടി ഒരു ഫൂൾ ആവാൻ പറ്റത്തില്ല. യു ലവ് യുവർ സെൽഫ്, ലൈക്ക് നീ നിന്നെ തന്നെ, എൻ്റെ സെൽഫിനെ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നതാണ്. ഐ സറണ്ടർഡ് മൈ ലൈഫ് ടു ദ ലോർഡ്. ആൻഡ് അങ്ങനെ 2001 പ്രത്യേക തരം കർത്താവ് ഇങ്ങനെ പല പല കാര്യങ്ങളിൽ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ഞാൻ എൻ്റെ റിസൈൻ ചെയ്തു 2001. ഇന്ന് 25 വർഷമായി ഞാൻ ഒരു ദിവസം പോലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല. ദൈവം, ഞാൻ റിസൈൻ ചെയ്തല്ലോ, എൻ്റെ ഫൈനാൻസ് എങ്ങനെ ആയിരിക്കും?
ദ ഫസ്റ്റ് തിങ് ലൈക്ക് ഞാൻ റിസൈൻ ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ലൈക്ക് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാ, എൻ്റെ 8 hours വർക്കിംഗ് hours എനിക്ക് ദൈവത്തിന് കൊടുക്കണം. അങ്ങനെ ഞാൻ ഈ എല്ലാ ദിവസവും രാവിലെ ദ ഫസ്റ്റ് ഡേ ഞാനിങ്ങനെ കിച്ചണിൽ രാവിലെ തന്നെ ഞാൻ തയ്യാറാവും. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഒക്കെ ഞാൻ ഒരു 10-10:30 ആകുമ്പോഴത്തേന് എല്ലാം റെഡിയാക്കും. എന്നിട്ട് ബാക്കിയുള്ള സമയം എനിക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ, പ്രാർത്ഥിക്കാനും മറ്റുള്ളവരുടെ കൂടെ പ്രാർത്ഥിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ സമയത്തെ ചെലവഴിക്കാൻ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഡേ റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കിച്ചണിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, അയ്യോ ഈ മാസം തൊട്ട് പിള്ളേർക്ക് ഫീസ് കൊടുക്കണമല്ലോ, ഇനി എൻ്റെ വരുമാനമൊന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ ഒരു വിചാരം. പക്ഷെ എനിക്ക് PF ഉണ്ടായിരുന്നു. അപ്പം അതൊരു ദുഃഖമല്ലായിരുന്നു, അത് ജസ്റ്റ് ഒരു വിചാരം. അങ്ങനെ ഞാൻ ജോലി കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്ന് ഞാൻ എൻ്റെ ബൈബിൾ ഇങ്ങനെ ജസ്റ്റ് തുറന്നപ്പം ജസ്റ്റ് അത് ഞാൻ ഉപദേശിക്കുകയല്ല, അങ്ങനെ ആ ദൈവം സംസാരിക്കുന്നത്. പക്ഷെ എൻ്റെ അടുക്ക ദൈവം ഇടപെട്ട ഒരു കാര്യം പറയുക. അത് ഞാനിങ്ങനെ ബൈബിൾ തുറന്നുകൊണ്ട് എബ്രായ ലേഖനം 13 അധ്യായമായിരുന്നു ഞാൻ ബൈബിൾ തുറന്ന്. അപ്പം ഡയറക്റ്റ്ലി എൻ്റെ കണ്ണു പോയത് 5-ാമത്തെ വാക്യത്തിൽ. ആ വാക്യത്തിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കണ്ടന്റ് വിത്ത് ദ മണി വാട്ട് യു ഹാവ്, ഐ വിൽ നെവർ ലീവ് യു, ഐ വിൽ നെവർ forsake you. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. നിന്റെ കയ്യിലുള്ള സമ്പാദ്യത്തിൽ തൃപ്തയായിട്ടിരിക്കുക. ഞാൻ വിചാരിച്ചു, ദൈവമേ നീ എൻ്റെ വിചാരങ്ങളെ പോലും അറിയുന്ന ദൈവമാണല്ലോ. അങ്ങനെ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ നടത്തുമെന്ന്. ദൈവം ഒരു ദിവസം പോലും ഞങ്ങൾക്ക് അന്നന്നത്തേക്കുള്ളതെല്ലാം ദൈവം തന്ന് ഞങ്ങളെ നടത്തി. ഒരു ദിവസം ഞങ്ങളുടെ ഇങ്ങനെ ആനുവൽ കൺവെൻഷൻ നടക്കുന്നത് ഒക്ടോബറിലാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഈ പിള്ളേരുടെ ഫീസ് കൊടുക്കാൻ മറന്നുപോയി. അത് ഞാനാണ് സാധാരണ നോക്കുന്നത്. അപ്പം അത് ഞാൻ റിസൈൻ ചെയ്ത് കഴിഞ്ഞ പിന്നെ അപ്പം ഞാനിങ്ങനെ 2-ാമത്തെ മാസവും മറന്നു. അപ്പം ഈ 2 സെമിസ്റ്ററിൻ്റെ ഫീസ് ഒന്നിച്ച് വന്നപ്പോൾ അതൊരു വലിയ തുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ്, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നീ എന്താ ഓർക്കാഞ്ഞ്, ഇനിയിപ്പോൾ നമ്മൾ ഫൈനും കൊടുക്കണം 2 പേരുടെ 2 പ്രാവശ്യത്തെ. അപ്പം ഇച്ചിരി കൂടുതൽ എമൗണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ നീ എന്നോട് പറഞ്ഞാൽ നീ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തില്ല. ചുമ്മാ ദൈവത്തോടൊരു കോൺവെർസേഷൻസ്. അതിൻ്റെ നെക്സ്റ്റ് സൺഡേ എൻ്റെ ഓഫറിംഗ് ബോക്സിൽ ഒരു അനിത സാമുവൽ എന്ന് പറഞ്ഞ് ഒരു ബഞ്ച് ഓഫ് നോട്ട്സ് ലൈക്ക് ഒരു കവറിനകത്തിട്ട്, അപ്പം ഞങ്ങളുടെ ട്രഷറർ കൊണ്ടുവന്ന് എൻ്റെ പേര് എഴുതിയതുകൊണ്ട് അത് എൻ്റെ കൈ തന്നു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പിള്ളേരുടെ 2 മാസത്തെ ഫീസ്. ഞാൻ വിചാരിച്ചു, ദൈവമേ ഇതാരാ, അന്ന് വളരെ കുറച്ച് 10-35 പേരേ ഉള്ളൂ. അപ്പം ഇതാരായിരിക്കും തന്നെ, മിക്കവാറും എല്ലാവരുടെ ഹാൻഡ് റൈറ്റിംഗ് എനിക്കറിയാം. പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു, നിനക്ക് കിട്ടിയാൽ പോരെ, ഇനി എന്തിനാ, ആരാ തന്നെന്ന് ദൈവം. വൈകിട്ടായപ്പം ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, അനിത ഞാനിങ്ങനെ എൻ്റെ മകൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ടുണ്ട്, ഇത് നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയാ, അവൻ ചർച്ചിൽ വേണ്ടി ഇട്ടോ ഇല്ലയോ എനിക്കറിയത്ത, നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ. അപ്പം എനിക്ക് അറിയാനും പറ്റി ആരാ അത് തന്നേന്ന്. അങ്ങനെ ദൈവം ഒരിക്കലും ഞങ്ങളെ കൈവിട്ടിട്ടില്ല. ഫിനാൻഷ്യലി അന്നത്തേക്കുള്ളത് എപ്പം ഞങ്ങൾക്ക് ആവശ്യമുണ്ടോ. അതുപോലെ ഞങ്ങളുടെ മൂത്ത മകന് സൗണ്ട് എഞ്ചിനീയറിങ്, അവൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ പറയും എനിക്ക് സൗണ്ട് എഞ്ചിനീയറിങ് അന്ന് അതെന്തുവാന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം ആ സമയത്ത് അവൻ ചെന്നൈയിൽ ആ സൗണ്ട് എഞ്ചിനീയറിങ് ചെയ്യുവാനും അങ്ങനെ അവൻ്റെ ഒരു ഡിപ്ലോമ കോഴ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ മെയിൻ കോളേജ് ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പം അവന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 10-28 ലക്ഷം ലോൺ എടുക്കണം. അപ്പം എൻ്റെ ഹസ്ബൻഡ് വന്ന്, നമുക്ക് ലോണൊന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവനും ഞങ്ങളെ ഒന്നും ബുദ്ധിമുട്ടിച്ചില്ല. അവൻ ഇവിടെ ഫ്രീലാൻസിങ്ങും അങ്ങനെയൊക്കെ ചെയ്ത് കൊണ്ടിരുന്നു. അവന് ജോലി ചെയ്യുമ്പം അവൻ ഇഷ്ടപ്പെടുന്ന ലൈൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി നടക്കുന്നത് സാറ്റർഡേ സൺഡേ. അപ്പോൾ അത് അവൻ്റെ വിശ്വാസ ജീവിതത്തെ എഫക്റ്റ് ചെയ്യും. അവനൊരു ഡിസിഷൻ ചെയ്തു, ഞാൻ ഫ്രീലാൻസിങ് ചെയ്യാം. അങ്ങനെ അവൻ മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന ഉടനെ അവൻ്റെ മനസ്സിൽ ദൈവമായിട്ട്, ഞങ്ങൾക്കറിയാം അവനെ ദൈവം വിളിച്ചതാണെന്ന്, പക്ഷെ ഞങ്ങളായിട്ട് പറഞ്ഞ് അവനെ അങ്ങനെ ചെയ്യിപ്പിക്കണ്ട. അങ്ങനെ ഇരുന്നപ്പോൾ അവന് ഹിൽ സോങ്ങിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. അവരവനെ അക്സെപ്റ്റ് ചെയ്തു. അത് ദൈവത്തിൻ്റെ ഞങ്ങൾക്ക് ഒരു പൈസ പോലും അതിനു വേണ്ടി ഞങ്ങൾക്ക് ചെലവാക്കേണ്ടി വന്നില്ല. കാരണം അവനൊരു വിശ്വാസ ജീവിതം പഠിച്ചു. വിശ്വാസത്താൽ എങ്ങനെ ജീവിക്കുമെന്ന് ഞങ്ങളുടെ മകനെയും ദൈവം പഠിപ്പിച്ചു. ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലെ പല അത്ഭുത കാര്യങ്ങൾ ദൈവം
ചെയ്തു. ഞങ്ങളുടെ സഭ പിന്നെ വളരുവാനിടയായി. ആണോ ഈ ഡൽഹി ആയതുകൊണ്ട് പലപ്പോഴും പല രാജ്യത്തു നിന്നും പല സ്റ്റേറ്റുകളിൽ നിന്നും ആൾക്കാർ കടന്നു വരികയും അങ്ങനെ പഠിക്കാൻ വേണ്ടി കടന്നു വരികയും അവർ 3-4 വർഷം അവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അവർ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അവരുടെ ജോലി സംബന്ധിച്ച് കടന്നു പോവുകയും ചെയ്തു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ ഷോർട്ട് പീരീഡ് ദൈവം തരുന്നവരെ വചനത്തിൽ കൂടി ഇക്വിപ്പ് ചെയ്യുക, ദൈവം അവരെ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ദൈവം അവരെ കൊണ്ടുപോകുന്നിടത്ത് അവരെ അനുഗ്രഹിച്ച് വിടുക. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന്റെ മെയിൻ ഫോക്കസ് ചർച്ചിനെ പറ്റിയുള്ളത് വർഷിപ്പ്, പ്രെയർ ആൻഡ് വേർഡ്. ഈ 3 കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ദൈവം ടാലന്റ് കൊടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ പാറ്റേൺ, ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ഈ 3 കാര്യങ്ങളാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. സോ അനേകര് ആദ്യമായിട്ട് ഞങ്ങൾക്കപ്പം ഈ IPC നോർത്തേൺ റീജിയനിൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ഇത് ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. ബിക്കോസ് ആഭരണമായിട്ടൊരു അന്യ ആൾക്കാർ വരുന്നത് കൊണ്ട് അവരെ കേറ്റർ ചെയ്യുന്നതുകൊണ്ടും അത് ഞങ്ങളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കണ്ടത്. അന്ന് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ വളരെ പ്രയാസമായിട്ട് പെന്തക്കോസ്റ്റൽ മൂവ്മെന്റിന്റെ ഇടയ്ക്ക് വളരെ പ്രയാസമായിട്ടിരുന്ന ഒരു സമയമാണ്. പക്ഷെങ്കിൽ ദൈവം എൻ്റെ ഹസ്ബൻഡിനെ സഹായിക്കുകയും അങ്ങനെ അനേക ആൾക്കാർ പല ജാതികളിൽ നിന്നുള്ളവർ വരാൻ തുടങ്ങി. അപ്പം അവരെ സുവിശേഷം പറയുക, ദൈവവചനത്തിൽ വളർത്തുക, അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻസ് ദൈവം വരുത്തുന്നതാണ്. അങ്ങനെ പിള്ളേരൊക്കെ 4, 5, 6 വർഷങ്ങളൊക്കെ ഇവിടെ നിന്നിട്ട് അവരുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ പോയി പല സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ ആദ്യകാലങ്ങളിലൊക്കെ ഇങ്ങനെ ഫോണും ഇൻ്റർനെറ്റും വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അനേകർ പോയിട്ടുണ്ട്, അറിയാൻ പറ്റത്തില്ല. ഈ റീസെൻറ്റ് പാസ്റ്റ് പോയവരെയൊക്കെ നമ്മൾക്ക് അറിയാം, അവരുമായിട്ട് ഈ ലിറ്റിൽ കോണ്ടാക്ട്സ് ഞങ്ങൾക്കുണ്ട്. അപ്പം ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇന്ന് എവിടെ പോയാലും ഞങ്ങളുടെ സഭയിൽ നിന്ന് പോയ ആരെങ്കിലും എവിടെയെങ്കിലും ദൈവം ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇങ്ങനെ ഞങ്ങളുടെ സഭയിലുള്ള ഒരു മോൻ്റെ കല്യാണം അയർലൻഡിൽ വെച്ചായിരുന്നു. അപ്പം അവൻ്റെ മമ്മി ഒറ്റയ്ക്ക് അവനെ വളർത്തിയത്. അപ്പം പുള്ളിക്കാരിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളും കൂടെ ചെല്ലണം. അപ്പം ഞങ്ങൾ വിസ എടുത്ത് ഞങ്ങൾ അവിടെ പോകാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ ആ വിസയ്ക്കകത്ത് ഞങ്ങൾക്ക് ലണ്ടൻ, സ്കോട്ട്ലൻഡൊക്കെ പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലണ്ടനിൽ ഇവിടുന്ന് പോയ പലരുണ്ട്, പിള്ളേരുണ്ട്, സ്കോട്ട്ലൻഡിൽ ആരും ഇല്ലല്ലോ. അപ്പോൾ ചുമ്മാതെ എൻ്റെ ഹസ്ബൻഡ് ഒരു മലയാളം ചർച്ചിൻ്റെ അഡ്രസ്സിൽ ഇങ്ങനെ ഒരു എഴുത്തെഴുതി. അപ്പം ആ എഴുത്ത് കിട്ടിയത് ഒരു പയ്യൻ്റെ അല്ല. പുള്ളി ഇമ്മീഡിയറ്റ്ലി വിളിച്ച്, പാസ്റ്റർ സാം സ്കോട്ട്ലൻഡിൽ വരുന്നുണ്ടോ? അപ്പം ഞാൻ എൻ്റെ പുള്ളിയുടെ പേര് പറഞ്ഞ് ഞാൻ ഈ ചർച്ചിൻ്റെ ഒരു വർഷിപ്പ് ലീഡറായിരുന്നു. എന്നാൽ പോയി കഴിഞ്ഞ് ഞങ്ങൾക്ക് വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അനേകരെ ദൈവത്തിന് ഇന്ന് പുള്ളി അവിടെ ജോലിയോടുള്ള അനുബന്ധിച്ചിൽ ഒരു ചർച്ചിൻ്റെ പാസ്റ്ററും കൂടിയാണ്. അപ്പം അങ്ങനെ അനേക കാര്യങ്ങൾ അനേകരെ ദൈവം എഴുന്നേൽപ്പിച്ച് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ആയിരിക്കുന്ന ഓർഗനൈസേഷൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. പക്ഷെ അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ സന്തോഷത്തിന്, മിനിസ്ട്രിയെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ലെങ്കിൽ ചില ജീവിതങ്ങളെ തൊടുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് അവർ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ദാസിമാരും ദാസന്മാരുമായിട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. മിനിസ്ട്രിയിൽ നമ്മൾക്കറിയാം, മിനിസ്ട്രിയിൽ നമുക്ക് പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. എങ്കിലും നമ്മളെ എൻകറേജ് ചെയ്യുന്ന ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ, ദൈവവുമായിട്ട് നടക്കുക, ദൈവം പറയുന്നത് ചെയ്യുക, അതാണ് ഞങ്ങൾ കുടുംബമായി ദൈവവേലയിൽ എൻജോയ് ചെയ്യുന്ന കാര്യം. 2 ഇൻസിഡൻറ്റും കൂടെ ഞങ്ങളെ ദൈവം എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ദൈവം മരണത്തിൽ നിന്ന് വിടുവിച്ച ഒരു ദൈവമാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉദ്ദേശമുണ്ടെങ്കിൽ പിശാച് പലപ്പോഴും നമ്മളിങ്ങനെ മരണത്തിൽ അറ്റാക്ക് ചെയ്യാൻ ഇടയുണ്ട്. എൻ്റെ ഹസ്ബൻഡ് കൊച്ചിലെ ഈ ടീനേജേഴ്സൊക്കെ ആയിരിക്കുമ്പോൾ ദൈവത്തെ പേഴ്സണലി പാസ്റ്ററിന്റെ കുടുംബത്തിൽ വർഷിപ്പിൻ എല്ലാ കാര്യങ്ങളിലും ഉണ്ടെങ്കിലും ദൈവവുമായിട്ടുള്ളൊരു വ്യക്തിപരമായ എൻകൗണ്ടർ ഇല്ലാത്തതിൻ്റെ കാരണമായിട്ട് പലപ്പോഴും ഇങ്ങനെ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, പല പ്രാവശ്യവും മരണത്തിൻ്റെ വക്കുകളിൽ വരെ എത്തിയിട്ടുണ്ട്.
പക്ഷെങ്കിൽ ദൈവം എന്നെ കോമായിൽ പോയിട്ട് ദൈവം വിടുവിച്ച് കൊണ്ടുവന്നു. ഇന്ന് ദൈവം ഉപയോഗിക്കുന്നു. അതുപോലെ എന്നെയും ഞാൻ ജസ്റ്റ് നഴ്സിംഗ് ഫിനിഷ് ചെയ്ത ഉടനെ അന്ന് ഈ ഡെങ്കു ഫീവറൊക്കെ തുടങ്ങിയ ഒരു സമയം. അപ്പം ഞാനിങ്ങനെ അഡ്മിറ്റായി, നല്ല ഫീവറും ഹെഡ് ഏക്കും ഒക്കെ ആയിട്ട് ഞാൻ അഡ്മിറ്റായി. അപ്പം ഈവനിങ്ങിൽ ഡോക്ടേഴ്സ് എന്നെ കാണാൻ വന്നു കഴിഞ്ഞ് അവർ നഴ്സിംഗ് കൗണ്ടറിൽ പോയി ഇങ്ങനെ റെക്കോർഡ്, എൻ്റെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് തോന്നി, ഓ എൻ്റെ കാലും കൈയും എനിക്ക് എല്ലാം നഷ്ടമായിട്ട്, എനിക്ക് ലേബേർഡ് ബ്രീത്തിങ്, ഒരു ശ്വാസം എടുക്കാൻ വയ്യാത്ത പോലെ ഇങ്ങനെ തോന്നി. അപ്പോൾ എൻ്റെ ബെഡിനടുത്ത് എൻ്റെ ഒരു സീനിയർ ചേച്ചി ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞ്, ചേച്ചി ഡോക്ടറെ വിളിക്കുക, എനിക്ക് തോന്നുന്നു എനിക്ക് ശ്വാസം എടുക്കാൻ കിട്ടുന്നില്ല. എളുപ്പം അവർ വന്ന് BP നോക്കിയപ്പോൾ എൻ്റെ BP 40 പെട്ടെന്ന് ഡൗൺ ആയി. അപ്പോൾ അവരെളുപ്പം എന്നെ ICUയിൽ ഷിഫ്റ്റ് ചെയ്തു. അതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് അവിടെ തന്നെ ഒരു സ്റ്റാഫ് ഈ ഡെങ്കു ഫീവർ കാരണം മരിച്ചു. അതൊരു വലിയ ഒരു സംഭവമായിട്ട് ഹോസ്പിറ്റലിൻ്റെ ഇതിൽ നടക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ആവുന്നത്. എന്നെ ICUയിൽ ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, എൻ്റെ വിവാഹത്തിന് മുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു, എന്നെ ആരാ എൻ്റെ ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്നത്? എൻ്റെ വീട്ടുകാർക്ക് എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഓടി വന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് എന്നെ ICU ഷിഫ്റ്റ് ചെയ്തു. ദൈവത്തിൻ്റെ കൃപ. അവർ ബ്ലഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഈ സിംറ്റംസ്, ഈ പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നുണ്ട്, ഈ ബ്ലീഡിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പം പെട്ടെന്ന് തന്നെ അവർ ബ്ലഡ് സ്റ്റാർട്ട് ചെയ്തു, ലൈഫ് സേവിങ് ഡ്രഗ്സ് ഒക്കെ തരാൻ തുടങ്ങി. അങ്ങനെ ഒരു അരമണിക്കൂറിനകം ദൈവം എൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് നോർമൽ ആവാനും ദൈവം അങ്ങനെ പിടിപ്പിക്കാനും ദൈവം സഹായിച്ചു. അതുപോലെ എൻ്റെ മൂത്ത മോന്, ഞാൻ റിസൈൻ ചെയ്ത് കഴിഞ്ഞ പിന്നെ അവനൊരു 10-25 വയസ്സുണ്ട്. അപ്പോഴ് അവനിങ്ങനെ പനിയും വൊമിറ്റിങ്ങും. അപ്പം ഞങ്ങളുടെ ഓഗസ്റ്റിൽ ഇങ്ങനെ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന നടത്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ആ പനി ഒന്നും കഴിക്കാനും വയ്യാവുന്ന. അപ്പം ഞാൻ വിചാരിച്ചു ഒരു IV ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് ഞാൻ നേഴ്സായിരുന്നത് കൊണ്ട് വീട്ടിൽ അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഒക്കെ നമ്മൾ ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പം അങ്ങനെ ഞാൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ ഇളയ മാനും അങ്ങനെ ഉണ്ടായതുകൊണ്ട് ഞാൻ അവന് സ്റ്റാർട്ട് ചെയ്തു. അവന് കുഴപ്പമൊന്നുമില്ലാതെ അവൻ ഇതായി. അതുകൊണ്ട് രണ്ടാമത്തെ ആൾക്ക് മൂത്ത മോനും ഇങ്ങനെ പനിയായപ്പോൾ ഞാനിങ്ങനെ IV ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഇത് തീരുമ്പം പറയണം. എന്നിട്ട് ഞാൻ താഴെ വന്നു പ്രാർത്ഥിക്കുക, എൻ്റെ പ്രാർത്ഥന നടക്കുക. എന്നിട്ട് തീരാറ സമയമായപ്പോൾ ഞാൻ മോളിൽ റൂമിൽ പോയി ഞാൻ നോക്കിയപ്പം IV ഫ്ലൂയിഡ്സ് തീർന്നത്. ഞാനത് ഡിസ്കണക്ട് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി ഇവന് ഭയങ്കര ഒരു ഷിവറിങ് വരാൻ തുടങ്ങി. അപ്പോൾ ആ ഷിവറിങ് വന്ന ഉടനെ അപ്പോഴേ എനിക്ക് മനസ്സിലായി, ഓ ഇത് അലർജി ആയിപ്പോയി. അപ്പോൾ ഈ ആൻറ്റി അലർജിക്ക് കൊടുക്കാൻ ഒന്നും എൻ്റെ കയ്യിലില്ല അന്നേരം. അപ്പം ഞങ്ങളുടെ ചർച്ചിൽ പല ഡോക്ടേഴ്സ് ഉണ്ട്, ഈ പ്രാർത്ഥനയിൽ അവർ ഉണ്ട്. അപ്പം ഞാൻ ഒരു സീനിയർ ഡോക്ടറിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, എളുപ്പം ഇതിന് അലർജിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊണ്ടുവരാം. പുള്ളി ഓടിപ്പോയി. ഞങ്ങൾ താമസിക്കുന്ന ആ ഏരിയയിൽ ഈ ഇഞ്ചക്ഷൻ ഇല്ല. അപ്പം ഈ ഉച്ച സമയമായതുകൊണ്ട് ഭയങ്കര ബിസി ട്രാഫിക്. പുള്ളി നടന്നോടി വേറൊരു സ്ഥലത്ത് നിന്ന് ഈ മരുന്നിന് വേണ്ടി വേറെ ഇവർ രണ്ടുപേരും ഓടി പോവുക. അത് കഴിഞ്ഞപ്പോൾ ഈ മോൻ അങ്ങ് ഷിവറിങ് ആയി അവനങ്ങ് അബോധാവസ്ഥയിലായി. അവൻ്റെ കൈയെല്ലാം അങ്ങ് നീലയായി. അപ്പോൾ ആ സമയത്ത് ഞാൻ വേറെ 2 ഡോക്ടേഴ്സ് എൻ്റെ കൂടെ നിൽപ്പുണ്ട്. ഇപ്പം 25 വയസ്സുള്ള ഒരു വലിയ പുരുഷനായി അവനെ എങ്ങനെ എടുത്തോണ്ട് ഓടാൻ പറ്റുമോ, എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് താഴെ വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ മോനെ നീ ഇപ്പം എടുക്കല്ല, നിന്റെ ദാസൻ അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ 2 ഡോക്ടേഴ്സും ഇങ്ങനെ നോക്കി നിൽക്കും. അവർക്കും എന്തോ പറയണം, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ഇവർ വരാനും ലേറ്റ് ആവുന്നു. എന്തായാലും ഒരു 10-25 മിനിറ്റിനകം ഇവരെത്തി. ഞാൻ വിചാരിച്ചു ഇവൻ പോയി, അതുപോലെ അവന് പിന്നെ ഒന്നും അറിയത്തുമില്ല. കൈയുമെല്ലാം നീലയായി, വിരലുകളെല്ലാം, നഖമെല്ലാം നീലയായി, അവനൊന്നും മിണ്ടുന്നുമില്ല. ബൈ ദ ടൈം അവർ വന്നു, ഇഞ്ചക്ഷൻ കൊടുത്തു, ദൈവം അവനെ റിവൈവ് ചെയ്തു. സോ അതുപോലെ തന്നെ ഞങ്ങളുടെ ഇളയ മോന്, അവന് കൊച്ചായിരിക്കുമ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പാസ്റ്റർ ഞങ്ങളുടെ അടുത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ പിള്ളേർ ഒരേ പ്രായമുള്ളത് കൊണ്ട് ഇവൻ ഭയങ്കര ക്ലോസ് ഫ്രണ്ടായിരുന്നു. ഒരു ദിവസം സൺഡേ ആരാധന കഴിഞ്ഞ് ഒരു ഗസ്റ്റിനെ ഞാൻ കാണിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ പോയി. പോയ സമയത്ത് ഇവനെ കൊണ്ടുപോയില്ല. അപ്പം എൻ്റെ ബ്രദർ അന്നേരം എൻ്റെ വീട്ടിൽ വന്ന്, അപ്പം ഇവൻ പറഞ്ഞു, മമ്മി അവിടെ ഉണ്ട്, ഞാനും വരുന്നതെന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ കയറി മോട്ടോർ സൈക്കിളിൽ അവിടെ വന്ന്. എൻ്റെ ബ്രദർ മോട്ടോർ സൈക്കിളിൽ നിർത്തുന്ന സമയം കൊണ്ട് ഇവൻ ഇറങ്ങി ഓടിച്ചെന്ന് ഓടിയപ്പം എന്താ ഇതുപോലെ ഒരു സ്കൂട്ടർ വന്ന് അവനെ അങ്ങ് ഇടിച്ചിട്ട്. അപ്പം ഞാൻ ഈ ന്യൂറോ സർജറിയിൽ വർക്ക് ചെയ്തത് കൊണ്ട്
പിള്ളേർക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടാവുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വന്ന് മൊത്തവും ബ്ലീഡ് ചെയ്ത് ആ സമയം കൊണ്ട് ഞാൻ വീട്ടിലെത്തി. പക്ഷേ ഇവനെ ആ ഗസ്റ്റ് എളുപ്പം അവർ കരച്ചിൽ കേട്ടപ്പോൾ മനസ്സിലായി ഇവനാന്ന്. എൻ്റെ ബ്രദർ സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അവർ എളുപ്പം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, മോനെ നിന്നെ വണ്ടി ഇടിച്ചോ? അവൻ പറഞ്ഞു ആ യെസ്. അവൻ്റെ ഫ്രണ്ട് പല്ലെല്ലാം ഇളകി ഇങ്ങനെ വല്ലാതായിരിക്കുക. എളുപ്പം പിന്നെ അന്നേരം ഈ ആരാധന കഴിഞ്ഞുകൊണ്ട് പലരും വീട്ടിലുണ്ടായിരുന്നു. അവരുടെ കൂടെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എയിംസിൽ കൊണ്ടുപോയി. ഇളകിപ്പോയ പല്ലുകളെല്ലാം ദൈവം അത് ഫിക്സ് ആക്കി. ദൈവം അവനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. ഇങ്ങനെ ദൈവം നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും പിശാചിന് നമ്മളെ പല രീതി ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ഒക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യാം. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നിവർത്തിയാകാൻ വേണ്ടി ദൈവം നമ്മളെ ഈ ലോകത്തിൽ വെച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളെയും ഈ സാക്ഷ്യം നിങ്ങളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ദൈവത്തെ സേവിക്കുന്ന ദൈവ ദാസന്മാരും ദാസിമാരും അല്ലാത്തവരും എല്ലാവരും ദൈവത്താൽ പെടട്ടെ എന്നുള്ള എൻ്റെ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ ഈ സാക്ഷ്യത്തെ ഞാൻ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. നീ എന്നെ നടത്തിയ വഴികളെക്കുറിച്ച് കർത്താവെ ഒരു സാക്ഷ്യം പറയുവാൻ അങ്ങ് ഒരുക്കി തന്ന സാഹചര്യത്തിനും ദൈവത്തിൻ്റെ ദാസനും ഈ അരോമ ടിവിയുടെ പ്രവർത്തനങ്ങൾക്കും ആയി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ കേൾവിക്കാരും തങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന പാതയിൽ അങ്ങയുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നതിന് നീ അവരെ ഓരോരുത്തരെ സഹായിക്കണമേ. ആരെങ്കിലും അങ്ങേ സേവിക്കുന്നത് മുഖാന്തരം നിരാശരായിട്ടുണ്ടെങ്കിൽ എൻ്റെ സാക്ഷ്യം അവരെ തൊടുവാൻ തിരുമേനി സഹായിക്കണം. കർത്താവെ, നീ ഞങ്ങൾക്ക് ഒരിക്കലും കടക്കാരനായിട്ടിരിക്കയില്ല. കർത്താവെ, നിന്റെ വാഗ്ദത്തങ്ങൾ, നിന്റെ വചനങ്ങൾ റിയലാണ്. അത് റിയാലിറ്റി ആയിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, നീ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വട്ടമണ്ണിൽ നിന്നും വടക്കേ ഇന്ത്യയിലേക്കുള്ളതായ ആ ജീവിതയാത്രയിൽ ഉടനീളം ദൈവം കൂടെയിരുന്ന ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തല്ലോ. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ വിശാലമായ ജീവിത അനുഭവങ്ങളും യാത്രകളും നമ്മുടെ മുന്നിൽ കാണുവാൻ ഉണ്ട് എങ്കിൽ പോലും അതിലൊക്കെയും ശ്രേഷ്ഠമായി കണ്ടത് കർത്താവിൻ്റെ സ്നേഹവും കർത്താവിനോട് ഒരുമിച്ചുള്ളതായ ആ നിമിഷങ്ങളും അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതം നയിക്കുവാനിടയായി തീർന്ന ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളുമാണ്. പ്രത്യേകിച്ച് തീമത്യോസിന്റെ വല്യമ്മച്ചിയെക്കുറിച്ച് പറയുന്നത് പോലെ ആ പ്രാർത്ഥിക്കുന്ന ആ നല്ല ഒരു വാത്സല്യ വല്യമ്മച്ചിയെയും അമ്മയെയും പ്രിയ കർത്താവിൻ്റെ ദാസിക്ക് ദൈവം ദാനമായി മാതൃകയായി തരുവാനും അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രാർത്ഥനാ ജീവിതത്തോടു കൂടി തന്നെ ഒരു ജീവിതം ഈ ഭൂമിയിൽ ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. കടന്നുപോയിടത്തൊക്കെയും ആ പ്രാർത്ഥനാ ജീവിതം നിലനിർത്തുവാനും ആ പ്രാർത്ഥനയുടെ വിശുദ്ധിയും അതിനോടനുബന്ധിച്ചുള്ളതായ ദൈവീയ ഇടപെടലുകളും ദൈവീയ ശബ്ദവും ഒക്കെ ജീവിതത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രത്യേകിച്ച് അനേകർക്ക് മാതൃകയുള്ള ഒരു ജീവിതം നയിക്കുവാനൊക്കെ കർത്താവ് സഹായിച്ചു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. പിന്നത്തേതില് കർത്താവിൽ പ്രസിദ്ധനും നിത്യതയിൽ വിശ്രമിക്കുന്നതുമായ പ്രിയ കെ.ടി. തോമാച്ചായന്റെ കുടുംബത്തിലേക്ക് ഒരു മകളായി ആ കുടുംബത്തിലെ ഒരു അംഗമായി തീരുവാന് കർത്താവ് കൃപ ചെയ്തല്ലോ. പ്രത്യേകിച്ച് പ്രിയ പേഴ്സി സിസ്റ്ററിന്റെ നാത്തൂനൊക്കെ ആയിട്ട് ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളുടെ ഓർമ്മകളാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ആ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവരാജ്യത്തിന് വേണ്ടി ദൈവശക്തമായി ഈ കാലയളവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവനാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം ആ ദൈവഭൃത്യനെ
അനേക വർഷങ്ങൾക്ക് മുന്നമേ വടക്കേ ഇന്ത്യയുടെ അപ്പോസ്തലനായിട്ട് ദൈവം അഭിഷേകം ചെയ്തു എങ്കിൽ ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും തലമുറയായി ദൈവരാജ്യത്തിന് വേണ്ടി ഇന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ ദൈവമായ കർത്താവ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്തൃദാസിയെയും കുടുംബമായി ദൈവം ലോകത്തിന്റെ വിവിധ മേഖലകളിൽ സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകളെ കുറിച്ചൊക്കെ കേൾക്കാൻ തക്കവണ്ണം കഴിഞ്ഞു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എയിംസിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിട്ട് താന് ജോലിയിലായിരിക്കുമ്പോൾ പോലും അതിനേക്കാൾ ഉപരി കർത്താവിന്റെ വേലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് റിസൈൻ ചെയ്ത് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനിടയായി തീർന്ന ആ നല്ല തീരുമാനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കുടുംബമായി കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ വേറെ അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമാറ്റിയുടെ പ്രേക്ഷകർക്കും ഈ ജീവിതാനുഭവം വേറിട്ടൊരു അനുഭവമായി തീർന്നു എന്ന് തന്നെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ വിവരങ്ങൾ, വിശദാംശങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കണം. എല്ലാ തിങ്കളാഴ്ചയും സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ അത് വിനിയോഗിക്കുക എന്നുകൂടി ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. God bless you all. Amen. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com